ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61 അധ്യായത്തിൽ നിന്ന് ചിന്തിക്കാൻ നമുക്ക്. ഞാൻ തന്നെ വായിക്കാം. എളിയവരോട് സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. യഹോവ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസം പ്രസിദ്ധമാക്കാനും ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പോലെ അലങ്കാരമാരെയും ദുഃഖത്തിന് പകരം ആനന്ദ തൈലം വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അവൻ മഹത്വീകരിക്കപ്പെടേണ്ടതിന് അവർക്ക് നീതി വൃക്ഷങ്ങളെന്നും യഹോവയുടെ നടുതല എന്നും പേരാകും. അവർ പുരാതന ശൂന്യങ്ങളെ പണിയുകയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറയെ നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപൊക്കുകയും ചെയ്യും. അന്യജാതിക്കാർ നിന്ന് തങ്ങളുടെ ആട്ടിൻകൂട്ടങ്ങളെ മേയിക്കും. പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിരിക്കും. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്നും നിങ്ങൾക്ക് പേരാകും. നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ചു അവരുടെ മഹത്വത്തിന് അവകാശികളായിത്തീരും. നാണത്തിന് പകരം നിങ്ങൾക്ക് ഇരട്ടിയായ പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ സന്തോഷിക്കും. അങ്ങനെ അവർ തങ്ങളുടെ ദേശത്ത് ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യ ആനന്ദം അവർക്കുണ്ടാകും. യഹോവയെ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായമായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോടൊരു ശാശ്വത നിയമം ചെയ്യും. ജാതികളുടെ ഇടയിൽ അവരുടെ സന്തതിയും വംശങ്ങളുടെ മധ്യേ അവരുടെ പ്രജയും അറിയും. അവരെ കാണുന്നവരൊക്കെയും യഹോവ അവരെ അനുഗ്രഹിച്ച സന്തതി എന്നറിയും. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എന്റെ ഉള്ളം എന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയും മണവാട്ടി ആഭരണങ്ങളെ തന്നെത്താൻ അലങ്കരിക്കുന്നത് പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ചു നീതി എന്ന് അങ്കി ഇടുവിച്ചിരിക്കുന്നു. ഭൂമി തൈകളെ മുളപ്പിക്കുന്നത് പോലെയും തോട്ടം അതിൽ വിതച്ച് വിത്തിനെ കിളിർപ്പിക്കുന്നത് പോലെയും യഹോവയെ കർത്താവ് സകല ജാതികളിലും കാണുകയും നീതിയെ സ്തുതിയെ മുളപ്പിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഇവിടെ യെശയ്യാ പ്രവാചകന്റെ 60 അധ്യായത്തിൽ ഹല്ലേലൂയ അവ എഴുന്നേറ്റ് പ്രകാശിക്കാൻ നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി. ഹല്ലേലൂയ. അവിടെ ലാസ്റ്റ് പറഞ്ഞു നിർത്തുമ്പോഴത്തേന് ആമേ അവിടെ പറയുന്ന ലാസ്റ്റ് വാക്യങ്ങളിൽ ആമേ നിന്റെ ജനം ഒക്കെ നീതിമാരാകും. ഞാൻ മഹത്വപ്പെടെ എന്റെ നടുതലെ മുള എന്റെ കൈകളുടെ പ്രവർത്തിയുടെ ദേശത്ത് സദാകാലത്തെ കൈവശമുക കുറഞ്ഞവനായിരം മഹാജാതയത്തിന് യഹോവ ഞാൻ തക്ക സമയത്ത് തന്നെ ശീഘ്രമായി നിവർത്തിക്കും എന്നുള്ള പ്രോമിസ് എല്ലാം പറഞ്ഞു വന്നതിന് ശേഷമാണ് എളിയവരോട് സത്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നതുകൊണ്ട് യഹോവ കർത്താവിന്റെ ആത്മാവ് എന്റെ മേലിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ ദൈവം നമ്മളെ ദൈവത്തിന്റെ ആത്മാവിനാൽ അഭിഷേകം ചെയ്തിരിക്കുന്ന വെച്ചാൽ ഒന്നാമത്തെ ഡ്യൂട്ടി എളിയവരോട് സദ്വർത്തമാനം അറിയിക്കാൻ വേണ്ടിയിട്ട് ഘോഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. സദ്വർത്തമാനം വെച്ചാൽ നമ്മുടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷത്തെ അവിടെ പറഞ്ഞത് നമ്മൾ ഘോഷിക്കാൻ വേണ്ടിയിട്ട് ദൈവം നമ്മളെ അഭിഷേകം ചെയ്യും. അതൊരു കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. അപ്പൊ കർത്താവ് യേശുക്രിസ്തു ഹല്ലേലൂയ നമ്മൾ കാണുന്നുണ്ട് സുവിശേഷത്തിൽ. കർത്താവ് ആലയത്തിൽ ചെന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം എടുത്ത് ഈ ഭാഗം വായിക്കുന്നു. അപ്പം കർത്താവ് യേശുക്രിസ്തു പറയുന്നത് കർത്താവ് യേശുക്രിസ്തുവിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവ് ഉണ്ടെന്ന് പറയുന്നത് നമ്മുടെ മേലും ദൈവത്തിന് ആത്മാവുണ്ട്. ഹല്ലേലൂയ. എന്തിനാ ദൈവത്തിന്റെ ആത്മാവിനെ നമ്മുടെ മേൽ അയച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ആ ആത്മാവിനാൽ അഭിഷേകം ചെയ്തിരിക്കുന്ന വെച്ചാൽ നമുക്ക് വെറുതെ ഹല്ലേലൂയ ആരാധിക്കാനോ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാനോ വേണ്ടിയിട്ടല്ല, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ വേണ്ടി. അപ്പൊ നമ്മൾ പോകുന്നിടത്തെല്ലാം ഹല്ലേലൂയ മറ്റുള്ളവരോട് ദൈവത്തെ കുറിച്ച് ഘോഷിക്കണം എന്നുള്ളത് നമ്മുടെ ഒന്നാമത്തെ ഉത്തരമാണ്. അടുത്ത പറയുന്ന ഹൃദയം തകർന്നൊരു മുറിവ് കെട്ടുവാനും ഹല്ലേലൂയ ഹൃദയം തകർന്നിരിക്കുന്നവരുടെ മുറിവ് കെട്ടുവാനാണ്, അല്ലാതെ മുറിവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, അവരെ മുറിക്കാൻ വേണ്ടിയിട്ടല്ല. ആ മുറിവിന്മേൽ വീണ്ടും ഹല്ലേലൂയ കൂടുതൽ വേദന കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അവരെ ഹൃദയം തകർന്നിരിക്കുന്നവരുടെ മുറിവ് കെട്ടാന്ന് വെച്ചാൽ ആശ്വസിപ്പിക്കാൻ വേണ്ടി അവിടെ മുറിവ് കെട്ടുവാൻ. തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം. അപ്പൊ തടവുകാർക്ക് വിടുതൽ. ഹല്ലേലൂയ. ഇപ്പൊ നമ്മള് തടവുകാരൻ നമ്മൾ ജയിലിൽ കിടക്കുന്നവരെ ആരും പോയിട്ട് നമുക്ക് വിടുവിക്കാൻ പറ്റത്തില്ല. പക്ഷെ തടവുകാരെ നമുക്ക് വിടുവിക്കാൻ പറ്റിയത് അന്ധകാരത്തിന്റെ പിടിയിലായിരുന്നു. അന്ധകാര മണ്ഡലങ്ങൾ തടവിലാക്കി വെച്ചിരിക്കുന്നവരെ വിടുവിക്കാൻ നമുക്ക് കഴിയും. കാരണം പൈശാചിക ശക്തികളാൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരും ഇരുട്ടറയിൽ അടച്ചിരിക്കുന്ന പോലെ ഇരുട്ടിന്റെ അധികാരം അടച്ചു വെച്ചിരിക്കുന്ന പലരെയും വിടുവിക്കാനായിട്ട് നമുക്ക് അതിനകത്ത് തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. അപ്പം ഹല്ലേലൂയ അവർക്ക് ഒരു സ്വാതന്ത്ര്യം ഇല്ലാതിരിക്കുന്ന ഹല്ലേലൂയ അങ്ങനെ ബന്ധിക്കപ്പെട്ടിരിക്കുന്നവരെ നമുക്ക് സ്വതന്ത്രരാക്കാൻ കഴിയും. അതും നമ്മളൊരു മാനുഷ്യമായിട്ടുള്ള ബന്ധം. നമുക്ക് പുതിയ നിയമത്തിൽ വരുമ്പോൾ നമുക്ക് ശത്രു ഒരാൾ മാത്രമേ ഉള്ളൂ. അവിടെ ഒന്നും അവരെ മറ്റൊരു മാനുഷ്യമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് അപ്പൊ ബദ്ധരായിരിക്കുന്ന അവരെ വിടുവിച്ചെടുക്കാൻ നമുക്ക് കഴിയും.
ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പാൻ യഹോവയുടെ പ്രസാദ വർഷം നമ്മുടെ യഹോവയുടെ പ്രസാദ വർഷം ദൈവത്തിന്റെ ഒരു ദിവസമുണ്ട്. അതിനെ നമ്മൾ ഘോഷിക്കുന്നതോടൊപ്പം ഇവിടെ പറഞ്ഞ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധം. അപ്പൊ ദൈവത്തിന്റെ പ്രതികാര ദിവസമുണ്ട്. അതിനെക്കുറിച്ച് പറയണം. അത് നമ്മൾ ആരും പലരും പറയാറില്ല. നമ്മള് സുവിശേഷം ഘോഷിക്കാറുണ്ട്. ദൈവത്തിന്റെ പ്രസാദ വർഷം അല്ലെങ്കിൽ നിത്യതയെ കുറിച്ച് പറയാണ്ട് ഇതൊക്കെയുണ്ട്. പക്ഷേ നമ്മൾ ഒരിക്കലും ദൈവത്തിന്റെ പ്രതികാര ദിവസത്തെ കുറിച്ച് പറഞ്ഞു. കാരണം ഒരു ന്യായവിധി ദിവസമുണ്ട്. ആമേ സകലരും ദൈവത്തിന്റെ സിംഹാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടതാകുന്നു. സകലരും, ഒരാൾ പോലെ അതിൽ ഒഴിവില്ല. സകലരും ചിലര് നീതിക്കായിട്ടും ചിലര് നിത്യ ലജ്ജയ്ക്കായിട്ട് നിൽക്കണം. അപ്പൊ അതാണ് ദൈവത്തിന്റെ പ്രതികാര ദിവസത്തിനെ കുറിച്ച്. പക്ഷെ ആ പ്രതികാര ദിവസത്തെ കുറിച്ച് പറയുമ്പോൾ ഇന്ന് നമ്മൾ കാണുന്നുണ്ട് ദൈവത്തിന്റെ ന്യായവിധി ഇപ്പോഴേ ഭൂമിയിൽ ലോകത്തിന്റെ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാല് കാരണം എന്താ വെച്ചാൽ ഈ ജനം ഇതുവരെ ജനം ശരിയായ രീതി ദൈവത്തെ അന്വേഷിക്കാനോ ദൈവത്തെ സേവിക്കാനോ ഒന്നും ജനം റെഡി ആയിട്ടില്ല. കാരണം ഇന്നും പലപ്പോഴും ജനം എപ്പോഴും ജനത്തിന്റെ ഇഷ്ടത്തിലേക്ക് പോയിക്കൊണ്ടെങ്കിൽ ഇന്ന് നമ്മൾ കാണും. പക്ഷേ അതിനെക്കുറിച്ച് ഇവിടെ ദൈവത്തിന്റെ ന്യായവിധി ഒരു ദിവസമുണ്ട്. അതാണ് ദൈവത്തിന്റെ പ്രതികാര ദിവസം. സകലർക്കും ചെയ്യുന്ന നല്ലതാണെങ്കിലും തീയതാണ് ഈ ശരീരത്തെ അതിന് തക്കതായ പ്രതിഫലം പ്രാപിക്കാൻ വേണ്ടി ദൈവസേന നിൽക്കേണ്ടതാകുന്നു. ആ ദിവസത്തെ കുറിച്ച് പ്രതികാര ദിവസം പ്രസിദ്ധമാക്കുക. അത് നമ്മൾ പറയണം. അതിനെക്കുറിച്ച് പ്രസിദ്ധമാക്കണം. നമ്മുടെ ദൈവത്തെക്കുറിച്ചും ദൈവത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും ദൈവം നീതിയോടെ ന്യായം വിധിക്കുന്ന ന്യായാധിപനുണ്ടെന്നും അങ്ങനെ ആ ന്യായാധിപന്റെ മുമ്പിൽ നമ്മൾ നിൽക്കേണ്ട ഒരു ദിവസമുണ്ടെന്നും ആ പ്രതികാര ദിവസത്തെ കുറിച്ച് നമുക്ക് പറയാൻ നമ്മൾ ആ പ്രതികാര ദിവസം പ്രസിദ്ധ ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പിക്കാനും അടുത്ത പറയുന്നേ ദുഃഖിച്ചിരിക്കുന്നവരെ പോയിട്ട് ആശ്വസിപ്പിക്കണം. കൂടുതൽ പോയി ദുഃഖിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. കാരണം ചില ആൾക്കാർ രോഗികളൊക്കെ സന്ദർശിക്കാൻ പോയ കാണാറുണ്ട് നമ്മൾ. അവിടെ ചെന്നിട്ട് അയ്യോ ഇതുപോലെ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ ആൾക്കുണ്ടായിരുന്നു, അവർ പെട്ടെന്ന് മരിച്ചു ഒരാഴ്ച, ഇങ്ങനെയൊക്കെയാണ് നമ്മൾ. അല്ലെങ്കിൽ വിഷമത്തിരിക്കുന്നവർ ചെന്നിട്ട് കുറെ കൂടെ വിഷമം പറഞ്ഞു കൊടുത്ത് വിഷമിപ്പിക്കുന്നവരല്ല, ദുഃഖിച്ചിരിക്കുന്നവരെ ആശ്വസിപ്പിക്കാനാണ് ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. ദുഃഖിതന്മാരെയൊക്കെ സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണൂരിന് പോലെ അലങ്കാരം പോലെ ദുഃഖത്തിനും ആനന്ദ തൈലവും വിഷണ്ണ മനസ്സിന് പല സ്തുതി എന്ന മേലാടിയും കൊടുപ്പാനും. എപ്പം സിയോന്റെ ദുഃഖിതങ്ങൾക്ക് വെണ്ണീറിന് പകരം ആനന്ദം. വെണ്ണീർ എന്തിനെ കാണിക്കുന്ന വെച്ചാൽ ദുഃഖത്തെ കാണിക്കുന്ന. അപ്പൊ അവർ ഉപവാസമൊക്കെ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ വിഷമൊക്കെ വരുന്ന സമയത്ത് അവർ ചരത്തിലിരുന്നൊക്കെ വെണ്ണീറിലിരുന്നും മരട്ടിലും വെണ്ണീറിലും ഇരുന്നൊക്കെ ഫാസ്റ്റ് ചെയ്യുന്ന നമുക്കറിയാം. അപ്പൊ അതുകൊണ്ട് വെണ്ണീറിൽ ഇരിക്കുന്നവരെന്ന് വെച്ചാൽ ദുഃഖത്തിലിരിക്കുന്നവരാണ്. അപ്പൊ അവർക്ക് എന്താ പറയാ അവർ കണ്ണുനീരോടിരിക്കും, കരച്ചിലിരിക്കുന്ന ആൾക്കാരെയാണ്, വിലാപത്തോടിരിക്കുന്ന അവർക്ക് ആനന്ദ തൈലമാണ് കൊടുക്കാൻ. വിഷണ്ണ മനസ്സിന് സ്തുതി എന്ന മേലാടിയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിട്ട്. അപ്പൊ വിഷമിച്ചിരിക്കുന്ന മനസ്സിന് എന്താ സ്തുതിക്കുന്ന എപ്പോഴാണ്? നമ്മൾ സന്തോഷത്തോടെ അല്ലെങ്കിൽ നമുക്ക് മറുപടി ലഭിക്കുമ്പോഴാണ് സ്തുതിക്കുന്നത്. അപ്പൊ ആ സ്തുതി എന്ന മേലാട് അവർക്ക് കൊടുപ്പാനുമാണ് അവൻ എന്നെ അയച്ചിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മേൽ തന്നിരിക്കുന്ന അതോറിറ്റി അവിടെ കാണിക്കുന്നത്. നമ്മളൊരു വ്യക്തിയെ കാണുമ്പം ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ അവർ ഏത് അവസ്ഥയിൽ ഇരുന്നാലും ആ അവസ്ഥയിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ അഭിഷേകം ചെയ്ത്. ഇവിടെ പറയുന്ന വാക്യം പ്രത്യേകം ശ്രദ്ധിക്കണം. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ഞാൻ പലപ്പോഴും പറയണ്ട്, ആത്മാവ് രണ്ട് രീതിയിലാണ് നമുക്ക് അഭിഷേകത്തെ കാണിക്കുന്നത്. ഒന്ന് നമ്മുടെ അകമേ വരുന്ന അഭിഷേകം, ഒന്ന് നമ്മുടെ പുറമേ വരുന്ന അഭിഷേകം. കാരണം അകത്ത് വരുന്ന അഭിഷേകം എന്താ, നമ്മളെ തന്നെ പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ അങ്ങനെ ആ പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോഴാണ് നമുക്ക് യേശു കർത്താവ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തുള്ളൂ. നമ്മളെ പഠിപ്പിക്കാൻ, നമ്മൾ വചനം വായിക്കാൻ പഠിപ്പിക്കുക, നമ്മൾ ആരാധിക്കാൻ, എന്ന് വെച്ചാൽ നമ്മളെ തന്നെ മോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മുടെ അകത്തിരിക്കുന്ന ആത്മാവ് നമ്മളെ സഹായിക്കും. അത് സ്ഥിരമായ ആത്മാവാണ്. ആ ആത്മാവ് ഒരിക്കലും നമ്മളെ വിട്ടുമാറത്തില്ല. ഇത് നമ്മുടെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളോടൊന്ന് മരിച്ച് ഭൂമിയിൽ മാറ്റപ്പെടും വരെ ഈ ആത്മാവ് നമ്മളിൽ തന്നെ ഉണ്ടായിരിക്കും. നമ്മൾ വിട്ടുമാറത്തില്ല. ആ ആത്മാവ്. പക്ഷെ ഇത് കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. എന്ന് വെച്ചാൽ ഇത് പുറമേ ഉള്ളത് തന്നെയാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴും എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, ഒരു ഗ്ലാസ് വെള്ളം നമ്മളെടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അകത്തേക്ക് പോകുന്ന വെള്ളത്തെ ആർക്കും കാണാൻ കഴിയും. പക്ഷെ ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് നമ്മൾ തലയിൽ ഒഴിച്ചാൽ മറ്റുള്ളവർക്ക് കാണാൻ പറ്റുന്ന പോലെ നമ്മുടെ ഈ പുറമേ വരുന്ന ആത്മാവ് വരുമ്പോൾ അത് മാനിഫെസ്റ്റ് ആകും. മറ്റുള്ളവർക്ക് അറിയാൻ പറ്റും, മറ്റുള്ളവർക്ക് തൊടാൻ പറ്റും, മറ്റുള്ളവർക്ക് അത് കാണാൻ പറ്റും. കാരണം വെച്ചാൽ ആത്മാവ് ഇങ്ങനെ കാണണമെന്നല്ല പറഞ്ഞത്. അത് നമ്മൾ വരുന്ന സമയത്ത് അതെന്താ വെച്ചാൽ അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ദൈവത്തിന്റെ വേല തേക്കാൻ വേണ്ടി നമ്മുടെ മേൽ പകരപ്പെട്ടതാണ്. അത് ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാനുള്ളത്, നമ്മുടെ ഇഷ്ടപ്രകാരം ഉപയോഗിക്കാനുള്ളതല്ല. ഈ ആത്മാവ് എപ്പോഴും നമ്മുടെ മേലിൽ ഇങ്ങനെ നിൽക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ആ സാധാരണ സമയത്താണ് അത് വെളിപ്പെടത്തുള്ളൂ. കാരണം അത് മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ ഭയങ്കര
ഭയങ്കര ശക്തിയായിരിക്കും അതിൽ പുറപ്പെടുന്ന ഹാല. ഇത് നമ്മൾ എപ്പോഴും അത് ക്യാരി ചെയ്ത്, പക്ഷെ ഇത് നമ്മുടെ മേൽ വന്ന് നമ്മളെ ദൈവം അഭിഷേകം ചെയ്ത് ഇത് നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മുടെ വിശുദ്ധ ജീവിതം വളരെ അത്യാവശ്യമാണ് ഹാലയിലെ. ഇല്ലെങ്കിൽ ഹാല ഇത് വെളിപ്പെടത്തില്ല. ഹാല വിശുദ്ധി ഇല്ലാത്തിടത്ത് ഒരിക്കലും ഈ ആത്മാവ് മാനിഫെസ്റ്റ് ആകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഇതെന്ന് വെച്ചാൽ പൊതു പ്രയോജനത്തിനായിട്ട് ദൈവം തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമല്ല സ്വന്തമായിട്ടുള്ള കാര്യമല്ല, ഇതെല്ലാം പൊതു പ്രയോജനത്തിന് വേണ്ട. അപ്പൊ ഈ വാക്യത്തിൽ നമ്മൾ ഇവിടെ കൃത്യമായിട്ട് എഴുതിയിരിക്കുന്ന കർത്താവിന്റെ ആത്മാവിന്റെ മേലുണ്ട് ഹാലേലിയ. അപ്പൊ ആത്മാവ് എന്റെ മേലുണ്ടെങ്കിൽ അത് എനിക്ക് ഇഷ്ടത്തിന് ഉപയോഗിക്കാനുള്ളതല്ല, അത് ദൈവത്തിന്റെ അകത്തിരിക്കുന്ന ആത്മാവിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഗൈഡ് ചെയ്യും, നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അത് എങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത്. കാരണം അവിടെയാണ് ഹാലേലിയ ഈ രണ്ട് അഭിഷേകം നമ്മൾ ഇത് നമ്മളൊരു ശുശ്രൂഷകരായിട്ട് വേർതിരിക്കുമ്പോൾ നമ്മുടെ മേൽ വരുന്ന ആത്മാവ് അത് ശുശ്രൂഷയ്ക്കായി തന്നെ ഉപയോഗിക്കാനുള്ളത് മാറിപ്പോയി. ഇന്ന് പലർക്കും ഇത് ഭയങ്കര കൺഫ്യൂഷൻ ആയത്. പലർക്കും ഇതിനെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല ഹാലേലിയ. അപ്പൊ പലരും ഇതെങ്ങനെ ഉപയോഗിക്കണമെന്ന് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് ഇത് പലപ്പോഴും നഷ്ടപ്പെടുക എന്ന് വെച്ചാൽ ഇത് ദൈവം തിരിച്ചെടുക്കുന്നതല്ല, പക്ഷെ ഇത് നമ്മളിലേക്ക് വരാതെ നമ്മളിലൂടെ പ്രവർത്തിക്കാതെ ആകുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. കാരണം കൃപകളും കൃപാവരങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ പകരപ്പെടുന്ന ഈ ആത്മാവിന്റെ ഇതാണ്. അപ്പൊ ആ പകരപ്പെട്ടതൊക്കെ മങ്ങിപ്പോകുന്ന കാണാറുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, അത് പ്രയോജനപ്പെടുത്താൻ പറ്റുന്നില്ല, അത് മങ്ങിപ്പോകും ഹാലേലിയ. അപ്പൊ അങ്ങനെ ഉണ്ടാകരുത്. ഇത് ദൈവം എന്തിനു വേണ്ടി തന്നു വെച്ചാൽ അനേകരെ വിടുവിക്കാൻ വേണ്ടി നമ്മുടെ മേൽ ആക്കിയിരിക്കുന്നതാണ്. കാരണം അനേകർ ഇവിടെ പറഞ്ഞിരിക്കുന്ന കർത്താവ് അവിടെ ഹൃദയം തകർന്നവരും മുറിവ് കെട്ടാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിപ്പനും യഹോവയുടെ പ്രസാദവർഷം നമ്മുടെ ദൈവത്തിന്റെ പ്രതികാരം ദുഃഖിതന്മാരെയൊക്കെ ആശ്വസിപ്പാനും ജീവല ദുഃഖിതന്മാർക്ക് വെണ്ണീറിന് പകരം അലങ്കാരമാലയും ദുഃഖത്തിന് പകരം ആനന്ദ വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാടി കൃപാവൻ എന്നെ അയച്ചിരിക്കുന്നു. അപ്പൊ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ച് ഇത് യെശയ്യാപ്രവാചകൻ വെളിപ്പാടിൽ എഴുതിയിരിക്കുന്നത്. കർത്താവ് യേശുക്രിസ്തു ഇത് പറയുന്നുണ്ട് ഹാലേലൂയ സുവിശേഷത്തിൽ. അതുപോലെ പക്ഷെ ഇത് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് എഴുതിയിരിക്കുന്നത്, ഇത് നമ്മുടെ ഓരോരുത്തരെയും കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനമാണ്. അപ്പം നമ്മളെ അതിനു വേണ്ടി ദൈവം എന്നെ അയച്ചിരിക്കുന്നു. എവിടെ അയച്ചിരിക്കുന്നു? ഈ ഭൂമിയിലേക്ക് നമ്മളെ അയച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മളെ ആക്കി വെച്ചുമിരിക്കുന്നു. അപ്പൊ നമ്മളെ ഭൂമിയിലേക്ക് ദൈവം അയച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്. ദൈവം നമ്മളെ വിളിച്ചതിന് ഒരു ഉദ്ദേശമുണ്ട്, വേർതിരിച്ചതിന് ഉദ്ദേശം. നമ്മുടെ വിളിയും തെരഞ്ഞെടുപ്പ് ഇപ്പൊ ഈ ഭൂമിയിൽ വെച്ചിട്ടല്ല നടന്നത്, നമ്മൾ അറിയാം നിത്യതയും വെച്ച് തന്നെ ഹാലേലൂയ. ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ് അതിന് ദൈവം നമ്മളെ അവിടെ നിന്ന് ഇങ്ങോട്ട് അയച്ചതാണ്. എന്തിനു വേണ്ടി? ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ദൈവം നമ്മളെ അയച്ചിരിക്കുന്നു. ഹാലേലൂയ. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മൾ ഈ ഭൂമിയിലോട്ട് വന്നിട്ട് ഹാലേലൂയ കുറച്ച് നാൾ ഇവിടെ ഉണ്ടു ഉറങ്ങിയൊക്കെ അല്ലെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ കുടുംബം അല്ലെ കുഞ്ഞുങ്ങൾ അതൊക്കെ നോക്കി ജീവിച്ച് മരിച്ചു പോകാൻ വേണ്ടി അല്ല. കർത്താവ് നമ്മളെ ഭൂമിയിലേക്ക് അയച്ചതിന് ഒരു പർപ്പസ് ഉണ്ട്. അവിടെ തിരിച്ചു ചെല്ലുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് പിന്നെ ഞാൻ അയച്ചിട്ട് എന്താ ചെയ്തതെന്ന്, എന്തായിരുന്നു നമ്മൾ ഹാലേലൂയ നമ്മൾക്ക് ദൈവം തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളിലും നമ്മൾ ഹാലേലൂയ വളരെ ഹാലേലൂയ ആ കാര്യത്തിലൊക്കെ വളരെ ദൈവത്തിനോട് വളരെ സിൻസിയർ ആയിരിക്കണം. അല്ലെങ്കിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചതിന് നമ്മൾ അത്രത്തോളം സീരിയസ് ആയി തന്നെ. കാരണം ഭക്തന്മാർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടം എന്ന് ഹാലേലൂയ ചില ദൈവദാസന്മാർ പറയും, നമുക്ക് കേൾക്കണം. കാരണം ഭക്തന്മാർ ഇല്ല. ഇന്ന് ഭക്തിയുടെ പ്രകടനങ്ങൾ മാത്രമേ ഉള്ളൂ. ആത്മാർത്ഥമായി ഹാലേലൂയ സിൻസിയർ ആയിട്ട് ദൈവത്തെ സേവിക്കണം എന്ന് കരുതുന്നവര് പലപ്പോഴും, കാരണം ഇന്ന് പലപ്പോഴും പെന്തക്കോസ്ത് നമ്മുടെ പെന്തക്കോസ്ത് സഭ എന്ന് പറയുന്ന സഭകൾക്ക് പലയിടത്തേക്കും കടന്നു പോകാൻ വിശ്വാസികൾക്ക് ഭയമാണ്. വിശ്വാസികൾ പറഞ്ഞ എല്ലായിടവും പ്രാർത്ഥനയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ നമുക്ക് ഇതിനെക്കാട്ടി നല്ലത് പഴയത് തന്നെ കാണാന്ന് വെച്ചാൽ അവിടെ അടിയും വഴക്കമെങ്കിലും ഇല്ല. ഹാലേലൂയ. അവിടെ ചില ഭയമില്ല. ഞാൻ ഇന്നലെ ഇങ്ങനെ ദൈവദാസനോട് സംസാരിച്ച് ഞാൻ പറഞ്ഞു, പെന്തക്കോസ്ത് നമ്മുടെ പാരമ്പര്യത്തിനകത്ത് നിൽക്കുന്ന സമയത്ത് ഹാലേലൂയ അവിടെ നമ്മൾ ചർച്ചിൽ ചെന്നില്ല, ചെല്ലാത്തേക്ക് നോട്ട് ചെയ്യും. കാരണം വെച്ചാൽ അവര് ചോദിക്കാം. പക്ഷേ അതല്ല, അവിടെ മത്സരമാകട്ടെ, അവിടെ ഹാലേലൂയ നമ്മള് ഇവള് അത്രയും പൊങ്ങണ്ട, ഇങ്ങനെ വരണ്ട, അങ്ങനെ വരണ്ട, അങ്ങനെ ഒരു മത്സരമാകട്ടെ, ഈ സോളിഷ് പ്രയർ ആകട്ടെ, ഒരു ശാപമാകട്ടെ, അങ്ങനെ കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ചെല്ലുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു പോരുന്നു. അവിടെ നമുക്ക് ഇത് കാരണം നമ്മൾ ബൈൻഡ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയില്ല. പക്ഷേ ഇവിടെയാണെങ്കിൽ ഇത് ഭയങ്കരമായിട്ടുണ്ട്. കാരണം വെച്ചാൽ അസൂയയും എന്താ പറയാ ഇത് സോളിഷ് പ്രയറും മറ്റതും മറിച്ചതൊക്കെ ആയിട്ട് ഈ ശാപവാക്കുകളും ഇതൊക്കെ ദൈവം എന്തൊക്കെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അതെല്ലാം ഇന്ന് ഇതിനകത്തുണ്ട്. ദൈവം എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞു, എന്തൊക്കെ ചെയ്യുന്ന അതൊക്കെയാണ് ചെയ്യാൻ ആൾക്കാർക്ക് ഇഷ്ടമെന്ന്. കാരണം പിശാച് പലപ്പോഴും മറ്റുള്ള ജനങ്ങൾ എങ്ങനെയെന്ന് പിശാചിന് വിഷയമില്ല. പക്ഷെ ദൈവത്തിന്റെ മക്കൾ എങ്ങനെ ആണോ ദൈവം ആകരുത്, നിങ്ങൾ അത് ചെയ്യരുത് എന്ന് പറയുന്ന അത് അവരെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇന്ന് പലരും വലക്കകത്ത് വീഴുകയും ചെയ്യുന്നുണ്ട്. ഒരാൾ മറ്റൊരാളെക്കാട്ടി ഒരാൾ മറ്റൊരാളെക്കാട്ടി നന്നാകുന്ന ആർക്ക് ഇഷ്ടമല്ലെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു
ഞാൻ പല 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 ദൈവദാസന്മാരോട് ഞാൻ ഇങ്ങനെ അത് സംസാരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അയ്യോ അവര് കണ്ട് ഇപ്പൊ അങ്ങ് തുടങ്ങിയതേ ഉള്ളൂ. ഒരു സഭയിൽ ആൾക്കാരെ കണ്ടോ എന്തുമാത്രം, അയ്യോ ഇതെങ്ങനെ ഇതൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പൊ ഞാൻ പറയാം, എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? അയലത്തുകാരൻ നോക്കുന്നത് എന്തിനാ? നമുക്ക് തന്നിരിക്കുന്ന ഇപ്പൊ ചിലപ്പോൾ 10 പേരെങ്കിലും ചിലപ്പോൾ ഒരാളായിരിക്കും. ഹല്ലേലൂയ. നമ്മൾ ഇത് നോക്കിയാൽ മതി. മറ്റൊരു ഗ്രൂപ്പിൽ കയറാൻ അല്ലെ മറ്റൊരിടത്തേക്ക്, അയ്യോ അവർക്ക് 100 കണ്ട്, 500 കണ്ട്, 1000 കണ്ട്, 10,000 കണ്ട്, അവർ ലക്ഷം, അത് ദൈവം അവർക്ക് കൊടുത്തതാണ്. നമ്മൾ എന്തിനാ അവിടേക്ക് നോക്കുന്നത്? ഇനി നോട്ടം മൊത്തം അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടാ. ഒരാൾ എന്ത് കാറ് വാങ്ങിച്ചു, ഒരാൾ എന്ത് സാരി ഉടുക്കുന്നു, ഒരാൾ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു, ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നോക്കാനും. പക്ഷെ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത് എന്തും എങ്ങനെ ഉള്ള ഹൃദയത്തോട് നിൽക്കണം, നിഷ്കളങ്ക ഹൃദയത്തോട് ശുദ്ധ മനസാക്ഷിയോടുകൂടി നമ്മൾ നിൽക്കണമെന്നും ഹാലേലിയ അതിൽ തന്നെ നമ്മൾ ആയിരിക്കണമെന്നും ആഗ്രഹിക്കുമ്പോൾ ദൈവം പറയുമ്പോൾ നമ്മളെ അതിനകത്ത് നല്ല അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ന് പലപ്പോഴും ആ വലയിവന, കാരണം പിശാചിന്റെ കയ്യിൽ ഒരു ആയുധവും ഇല്ല. അവന്റെ തല പരേക്ക് പല്ല് പോലും ഇല്ലെന്ന് വേണം നമുക്കറിയാം. പക്ഷേ അവന്റെ കയ്യിൽ ഒരേ ഒരു ആയുധമുള്ളൂ. ഫോഷ്കാണ് അവന്റെ കയ്യിലുള്ള ആയുധം. ഹല്ലേലൂയ. ട്രിക്കാണ് അവന്റെ കയ്യിലുള്ള ആയുധം. ഇന്ന് പലപ്പോഴും അറിയാതെ അവന്റെ ഫോഷ്കിലും അവന്റെ ആ ട്രിക്കിലും നമ്മൾ വീണു പോകുന്നുണ്ട്. ആമേൻ. ഹല്ലേലൂയ. അപ്പം അവിടെയൊക്കെ നമ്മൾ കാണുന്ന കാര്യങ്ങൾ എന്തിനു പറയാം, നമുക്ക് ദൈവം തന്നിരിക്കുന്ന വചനം ഇതിനകത്ത് വെളിപ്പാട് പുസ്തകത്തെ അവസാനം യോഹന്നാൻ എഴുതി, ഇതിൽ നിന്ന് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യരുത്. ഇത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിക്കാനും നമുക്ക് പ്രസംഗിക്കാനും ഉള്ളതല്ല. നമ്മുടെ വ്യക്തിപരമായ കാര്യങ്ങളിലൂടെ ഇത് മറ്റുള്ളവർക്ക് വേണ്ടി പറയാൻ വേണ്ടിയിട്ടല്ല. ഇത് ദൈവത്തിന്റെ ആത്മാവ് ഏത് വെളിപ്പാടിൽ എഴുതിയോ അതേ വെളിപ്പാടിൽ നിന്നുകൊണ്ട് നമ്മൾ ഇത് വ്യാഖ്യാനിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളെ ആക്കിയത്. പക്ഷെ ഇന്ന് പലയിടത്ത് നമ്മൾ കാണുന്ന ഈ വചനത്തെ വളച്ചൊടിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഹല്ലേലൂയ. എന്താ അവരുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനനുസരിച്ച് ഇത് മാറ്റിമറിക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇതിനകത്ത് കുറച്ച് കൂട്ടുന്നുണ്ട്, കുറയ്ക്കുന്നുണ്ട്, ഇതില്ലാത്ത കാര്യങ്ങളൊക്കെ ചേർത്ത് പറയുന്നുണ്ട്. ഹല്ലേലൂയ. ഇതൊക്കെ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എന്താണോ ദൈവം ചെയ്യരുതെന്ന് പറഞ്ഞേക്കുന്നത്, അത് നമ്മൾ ഇസ്രായേൽ ജനത്തെ കാണുമ്പോഴും അങ്ങനെയാ. ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവർക്ക് അത് ചെയ്യാൻ വലിയ ഇഷ്ടമായിരുന്നു. നിങ്ങൾ ജാതികളോട് ഇണയന്റെ കൂടരുത്, അവരുടെ വിഗ്രഹങ്ങളെ സേവിക്കരുത്, അവരുമായിട്ട് വിവാഹബന്ധത്തിൽ ഏർപ്പെടരുത്, അവരുമായിട്ട് അങ്ങനെ ഇങ്ങനെ എന്തൊക്കെ ദൈവം അവരോട് ചെയ്യരുതെന്ന് പറഞ്ഞ് അതിനെല്ലാം അവർ ചെയ്യാനായിട്ട് ഇൻട്രസ്റ്റ് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഇസ്രായേൽ ദൈവത്തിന്റെ സ്വന്തം ജനം എന്ന് പറയുമ്പോൾ ഇസ്രായേലിലെ ബാലന്റെ വിഗ്രഹങ്ങളും അശോര പ്രതിഷ്ഠകളും മക്കളെ കണ്ട് അഗ്നിപ്രവേശം ചെയ്യിപ്പി അങ്ങനെ തുടങ്ങിയിട്ട് സകല ദുരാചാരങ്ങളും അവിടെ എത്തി. സകല ദുർമാർഗത്തിലൂടെ അവർ നടന്ന്. കാരണം ദൈവത്തിന് ഇഷ്ടമില്ല എന്ന് പറയുന്നത് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നും നമ്മളെ ദൈവം ആക്കി വെച്ച് എന്തിനാന്നിവിടെ കൃത്യമായി പക്ഷെ പലരും തെറ്റിപ്പോകും. താഴോട്ട് വായിക്കാൻ നമുക്കറിയാം നമ്മളെ ദൈവം എങ്ങനെയാ 60-ാം അധ്യായത്തിൽ 60-ാം അധ്യായം നമുക്ക് അത്രയും വലിയ പ്രോമിസുകളെല്ലാം തന്നിട്ട് 61-ാം അധ്യായത്തിലാണ് നമ്മളെ എന്തിനു വേണ്ടി ആക്കി വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. എന്തൊക്കെ നമ്മൾ ആകുമെന്ന് ആദ്യമേ പറഞ്ഞു അല്ലെ. അന്ധകാരം ഭൂമിയും കൂട്ടി ജാതികളെ മുഴുവൻ നിന്റെ മേലോ യഹോവ ഒതുക്കി. ഈ ലോകം മുഴുവൻ ഇരുട്ടിലേക്ക് പോകും. ഇരുട്ടെന്താ, സൂര്യൻ ചന്ദ്രൻ എല്ലാം നഷ്ടം. പക്ഷെ നമ്മളെ ദൈവം നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ തേജസ് അതൊരിക്കലും മങ്ങിച്ചു കളയാൻ ആർക്കും പറ്റും. പക്ഷെ ഈ തേജസ് പ്രാപിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ശത്രു നമ്മളെ കൊണ്ട് നമ്മുടെ ജഡത്തെ സ്വാധീനിച്ചുകൊണ്ട് നമ്മളെ ഇരുട്ടിൽ ആക്കിക്കളയുന്നു. കാരണം യഹോവയുടെ തേജസ് നമ്മുടെ മേൽ ഉദിച്ചു കഴിഞ്ഞാൽ അവിടെ ആ തേജസ്സിൽ നമ്മൾ ആയിരിക്കുന്ന സമയത്ത് ആർക്കും ഒന്നിനും നമ്മളെ തൊടുവാൻ കഴിയും. അപ്പൊ ഓരോ ദിവസം നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ലേഖനത്തിൽ പൗലോസ് നമ്മൾ എന്ത് തേജസ്സിൽ നിന്ന് തേജസ്, തേജസ്സിൽ നിന്ന് തേജസ്, അങ്ങനെ തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ച് എങ്ങനെയായിരുന്നു ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോഴും മനുഷ്യന്റെ മേൽ ദൈവത്തിന്റെ തേജസ് ഉണ്ടായിരുന്നു, അതുപോലെ തേജസ്സിലൂടെ തന്നെ നമ്മൾ ആക്കാൻ വേണ്ടി ആ തേജസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ദൈവം നമ്മളെ ആക്കി വെച്ചു. അപ്പൊ നമ്മൾ തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിക്കേണ്ട ഓരോ ദിവസവും. പക്ഷെ നമ്മുടെ ലൈഫ് എങ്ങോട്ടാ പോകുന്നത് നോക്കിയിട്ടുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ നമ്മൾ അതിന് വേണ്ടിയിട്ട് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ എത്തിയിരിക്കുന്ന കൂട്ടത്തിൽ എത്ര പേർക്ക് എനിക്ക് തേജസ്സിൽ നിന്ന് തേജസ് പ്രാപിച്ചു, തേജസ് എഴുന്നേറ്റ് പോകുന്ന തേജസ്സിനെ കുറിച്ചല്ല, ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോ ക്രിസ്തു എന്ന തലയോളം വളരണം, ക്രിസ്തു നമ്മളുടെ വെളിപ്പണി, ഇതൊക്കെ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഭൂമിയിൽ നമ്മൾ ആയിരിക്കുമ്പോ അങ്ങനെ ആയിട്ടാണ്. ദൈവത്തിന്റെ തേജസ് അല്ലെ ദൈവത്തിന്റെ മഹത്വം ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വിളിക്കപ്പെട്ടെന്ന് എന്താ പറയാ മഹത്വത്തിന് പ്രത്യാശ ക്രിസ്തു നമ്മളിരിക്കുമ്പോ ആ മഹത്വമായ നമ്മളിരിക്കുമ്പോ അല്ലെ ക്രിസ്തു എന്ന വീടിന് അർത്ഥം ഞാൻ പലപ്പോഴും പറയട്ടെ, ക്രിസ്തു എന്ന അഭിഷിക്തൻ എന്നാണ്. അഭിഷേകം ക്യാരി ചെയ്ത് ഈ അഭിഷിക്തനായവൻ നമ്മുടെ ഉള്ളിലിരിക്കും. നമ്മൾ അഭിഷിക്തരാണോ? അഭിഷേകം എന്ന് വെച്ചാൽ അഭിഷേകത്തിന്റെ ഫുൾനെസ്സിലേക്ക് എത്തുമ്പോൾ അത് ഗ്ലോറി എന്ന് പറയുന്നത് മഹത്വം എന്ന് പറയുന്നത്. മഹത്വം നമ്മൾ ഉണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്നിടത്ത് 10 പേർ അറിയും. നമ്മൾ ഒരിടത്ത് ചെന്ന് നമ്മളൊരു ആൾക്കൂട്ടത്തിൽ ചെന്ന് ആൾക്കാർ അറിയും. നമ്മളൊരു സൂപ്പർ മാർക്കറ്റിൽ ചെന്ന് ആൾക്കാർ അറിയും.
ഹല്ലേലൂയ. നമ്മളൊന്ന് റോഡിൽ കൂടെ ഇറങ്ങി നടന്നാൽ ആൾക്കാർ അറിയും അത്. ഹല്ലേലൂയ. തിരിച്ചറിയും. ആരാ? ജാതികൾ തിരിച്ചറിയും അത്. പൈശാചി മണ്ഡലങ്ങൾ തിരിച്ചറിയും. ഇന്ന് അങ്ങനെ ആകുന്നുണ്ടോ? ദൈവം എന്തിനു നമ്മൾ ആക്കി വെച്ചിരിക്കുന്നു? കർത്താവ് യേശുക്രിസ്തു യഹോവയുടെ ആത്മാവ്, എന്റെ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഉണ്ട് എന്ന് പറഞ്ഞ് ആ സമയം നമ്മൾ കാണാറുണ്ട്. അവിടെ നിന്ന് കർത്താവ് നടക്കുന്നിടത്തും പോകുന്നിടത്തും നിൽക്കുന്നിടത്തും എല്ലാം എന്താ സംഭവിച്ചതെന്ന്. അപ്പോസ്തലന്മാരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, ശക്തിയോടെ വന്നപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ മേൽ അതേ ആത്മാവിനെ പകർന്നിരിക്കുന്നത് മറന്നു പോകരുത്. നമുക്കതിൽ നിന്ന് കുറച്ചെടുത്ത് തന്നെ അവർക്ക് കൂടുതൽ കൊടുത്തൊന്നുമില്ല. ആത്മാവ് വന്ന് അങ്ങനെ തന്നെ. പക്ഷെ ഈ ആത്മാവ് എങ്ങനെയാ നമ്മുടെ ജീവിതത്തിലേക്ക് അത് ഫുൾനെസ് ആയി വെളിപ്പെടുന്നത്? നമ്മൾ ആത്മാവിനെ അനുവദിച്ചു കൊടുക്കുമ്പോഴാണ്. ഞാൻ അന്നൊരു ദിവസം ഒരു മെസ്സേജ് പറഞ്ഞു, നമ്മൾ ആത്മാവിനെ അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഈ ഹാലിലെ പൂർണ്ണതയോടെ വെളിപ്പെടാൻ വേണ്ടി നമ്മൾ ആത്മാവിനെ അനുവദിച്ചു കൊടുക്കുന്നുണ്ടോ? ഇതാണ് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദ്യം. നമ്മൾ അനുവദിച്ചു കൊടുക്കാത്തതാണ് നമ്മളിവിടെ മാനിഫെസ്റ്റ് ചെയ്യാത്തത്. ഹല്ലേലൂയ. ദൈവം നമ്മൾ ഏതൊക്കെ സാഹചര്യത്തിൽ കൂടെ, ഏതൊക്കെ ബുദ്ധിമുട്ട് വിഷയത്തിൽ കൂടെ പിശാച് പലപ്പോഴും ഹല്ലേലൂയ ഈ ലോകത്തു നിന്ന് കൊണ്ടുപോകാനായിട്ട് പലതവണ ശ്രമിച്ചിട്ടും ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു സിസ്റ്റർക്ക് പ്രാർത്ഥിച്ചപ്പോൾ ശവപ്പെട്ടി നൽകുമ്പോൾ ഞാൻ പറയുമ്പോൾ ശവപ്പെട്ടിയല്ല ഞാൻ കാണുന്നത്. ഞാൻ കണ്ട ശവകുടീരം എന്ന് വെച്ചാൽ മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം അവിടെ ഇങ്ങനെ സ്ഥാപിച്ചു വെച്ചിരിക്കുന്ന ഒരു സംഭവം എന്ന് വെച്ചാൽ ഒരുപാട് നാളിന് മുമ്പേ അതിനകത്താക്കിയിട്ട് ഇപ്പൊ ഒരു ശവകുടീരം പോലെ ആക്കി. അതാ ഞാൻ ഇങ്ങനെ കാണുന്നത്, ശവകുടീരം. അപ്പൊ ആ ശവകുടീരമാക്കി നിർത്തേണ്ട വ്യക്തികളെ ഇന്നും ജീവനോട് ദൈവം വെച്ചിരിക്കുന്നത് എന്താ വെച്ചാൽ ദൈവത്തിന്റെ വേല ചെയ്യിക്കാൻ വേണ്ടി ദൈവം പകരപ്പെട്ട കൃപകളും കൃപാവരങ്ങളും അവരിലൂടെ പ്രവർത്തിപ്പിക്കാൻ, അല്ല അവരിലൂടെ അത് ഉപയോഗിച്ച് കാണാൻ വേണ്ടി നിർത്തിയേക്കുന്നത്. അതിനുവേണ്ടി ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. പിശാച് പലപ്പോഴും അവകാശം പറഞ്ഞിട്ട് മരണം പല തവണ വന്ന് ഹല്ലേലൂയ മുമ്പിൽ കൊണ്ടുവന്നിട്ടും അതിൽ ഇടാതെ ദൈവം നിർത്തിയിരിക്കുന്ന ഒരു കാര്യം. ഇത് നമ്മൾ മറന്നു പോകരുത്. ഇത് മറന്നു പോയിട്ട് നമ്മൾ എങ്ങോട്ടാ ഓടിക്കൊണ്ടിരിക്കുന്നത്? എങ്ങോട്ടാ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന് വേണ്ടിയിട്ട് ആ സമയത്തെ ഹല്ലേലൂയ നമ്മൾക്ക് മറ്റൊന്നിനു വേണ്ടിയിട്ട് മറ്റെന്തൊക്കെ വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും ദൈവത്തിന് വേണ്ടി നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന സമയങ്ങൾ നമ്മൾ ഹല്ലേലൂയ അത് അപഹരിക്കാൻ ആരെയും അനുവദിക്കരുത് നമ്മൾ. കർത്താവിന് ഭയങ്കര വിഷമമായിരിക്കും. കാരണം ഞാൻ പറയട്ടെ, നമ്മളൊരു പ്രാർത്ഥന, ഞാനിപ്പോ ഒരു പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അല്ലെ ഒരു സമയത്ത് നമ്മൾ കൂടി വരും എന്ന് പറയുമ്പോൾ കർത്താവ് ഹല്ലേലൂയ ആ സമയത്ത് തന്നെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എത്തി. കാരണം കർത്താവ് പറഞ്ഞു, പ്രോമിസ് ഒരിക്കലും കർത്താവ് തെറ്റിക്കുക. 2 3 പേർ ഹല്ലേലൂയ എന്റെ നാമത്തിൽ ഒരു മനസ്സ് എവിടെ കൂടി അവരുടെ മധ്യേ ഞാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ ഈ പ്രാർത്ഥനയ്ക്ക് നമ്മളൊരു സമയം വേർതിരിച്ചിട്ടുണ്ട്. ആ സമയത്ത് കർത്താവ് കൃത്യമായിട്ട് നമ്മുടെ മധ്യേ ഉണ്ട്. കർത്താവ് വന്നിട്ട് നോക്കിയിരിക്കുമ്പോൾ ആരും വന്നിട്ടില്ലെങ്കിൽ കർത്താവ് വന്നിങ്ങനെ കാത്തിരിക്കാന്ന് ആലോചിച്ച് നോക്കിയേ. ഹല്ലേലൂയ. നമ്മൾ ഓരോ കാര്യങ്ങളും അങ്ങനെ. നമ്മൾ സഭയിലേക്ക് കടന്നു പോയി ചർച്ചിൽ ഒരു ആരാധന നമ്മൾ 10 മണിക്ക് തുടങ്ങുന്ന വെച്ചാൽ നിങ്ങൾ 9:55 അവിടെ എത്തണം. അല്ല 10:30 എത്താവുന്ന 10:15 എത്താവുന്ന ആയിരിക്കില്ല ചിന്തിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ പലപ്പോഴും ഞാൻ കാണാറുണ്ട് ഹല്ലേലൂയ പല സഭകളിലും ഇങ്ങനെ എന്താ പറയാ ഈ ആശീർവാദം ഒന്നും പറയുന്നത് കേൾക്കാൻ ഇങ്ങനെ നിൽക്കാറില്ല. ഒരു ടൈം ആകുമ്പോഴത്തേന് ഇറങ്ങിപ്പോകുന്ന കാണാറുണ്ട്. അല്ലെ, അങ്ങനെയും ചെയ്യരുത്. കാരണം വെച്ച് കഴിഞ്ഞാല് കർത്താവ് എപ്പോഴും ഹല്ലേലൂയ ആദ്യം തുടങ്ങി അവസാനം വരെ ഹല്ലേലൂയ അവിടെ ഉണ്ടാവുമെങ്കിൽ കർത്താവ് ആ ആശീർവാദം, ഞാൻ പറയാം എത്ര മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും, മെസ്സേജ് കേട്ടതല്ലേ, പക്ഷെ ആശീർവാദം വാങ്ങിക്കാതെ അതിന്റെ പൂർണ്ണത ഇല്ലെന്നേ. ഹല്ലേലൂയ. നമ്മൾ അതും കഴിഞ്ഞിട്ട് കാരണം ഇവിടെയൊക്കെ നമ്മൾ പാലിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. കർത്താവ് യേശു ക്രിസ്തു ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്തതെന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഓരോ ദിവസവും ഞാൻ പറയും, ഓരോ ദിവസം പ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ കാൽവരി ക്രൂശിനെ ധ്യാനിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും നമുക്കത് വിഷയമല്ല. കാരണം നമ്മളപ്പോ വിചാരിക്കും കർത്താവ് ചെയ്തെന്ന് വെച്ചാൽ ഇതെന്തോന്ന് നിസ്സാരം. ഹല്ലേലൂയ എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷെ നമ്മൾ പലപ്പോഴും ആ കാൽവരി ക്രൂശിനെ ധ്യാനിക്കാതെ കാൽവരി ക്രൂശിനെ നോക്കാതെ ഇരിക്കുന്നതുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും നമ്മുടെ കാര്യങ്ങളും പിടിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങളോ പ്രയാസങ്ങളോ ഒക്കെ ഇടുമ്പോൾ അത് അങ്ങനെ നമ്മൾ ആയിപ്പോയി എന്താ ചെയ്യുന്നത് വെച്ചാൽ ശത്രു അതിങ്ങനെ ഇട്ടുകൊണ്ടേയിരിക്കും. ഇവളെ കുരുക്കി ഇരുത്താൻ പറ്റും, അല്ല ഇവളെ ഇതിനകത്ത് ഇതിനകത്ത് പിടിച്ച് ബന്ധിപ്പിച്ച് ഇവിടെ ഇരുത്താൻ. കാരണം ഈ ഒരു വിഷയം ഇട്ട് കൊടുത്താൽ പിന്നെ ഇവളുടെ ചിന്ത മൊത്തം ഇതിനെക്കുറിച്ചാണെങ്കിൽ ജയിച്ചു. കാരണം ഇപ്പൊ വിഷയങ്ങൾ അങ്ങനെ വന്നുകൊണ്ട്. പക്ഷെ ഈ വിഷയങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴത്തേന് ആ ഒരു വിഷയങ്ങളും നമ്മൾ മൈൻഡ് ചെയ്യേ വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ പോയി കഴിഞ്ഞാൽ, കാരണം ഒരു കാര്യം ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കർത്താവ് യേശുക്രിസ്തു അല്ലെ ദൈവം നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് ആയിരിക്കുന്ന കാലത്തോളം ജനനം മുതൽ മരണം വരെ വേണ്ട സകലം നമുക്ക് നൽകി തന്നിരിക്കുന്നു. ഇതിനെ നമ്മൾ വെളിപ്പാട് പ്രാപിച്ച് നമ്മൾ തന്നെ സ്വന്തമാക്കുക എന്നുള്ള, അല്ലെങ്കിൽ വിശ്വാസം നമ്മൾ അതിനെ പ്രാപിച്ചെടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് പലപ്പോഴും പ്രാപിച്ചെടുക്കാൻ കഴിയാത്തതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിന്താ മണ്ഡലത്തെ വേറെ പലതും കൊണ്ട് ചിന്തിച്ച് അതിനെക്കുറിച്ച് ചിന്തിപ്പിച്ച് നമ്മളിത് കാണാൻ കഴിയാതെ നമ്മുടെ കണ്ണിനെ മങ്ങിച്ചു കളയുന്നതാണ്.
ആത്മക്കണ്ണെ നമ്മളിത് കാണാത്തുണ്ട്. കാരണം നമ്മൾ ചോദിച്ചിട്ടല്ല ദൈവം ഇനി ഒരു കാര്യം നമ്മൾ തരണേന്ന് ഈ പറയുന്നത്. പക്ഷെ ദൈവം ഇനി തരാനൊന്നുമില്ല. അല്ല, ദൈവം പറഞ്ഞ് സകലം തന്നു കഴിഞ്ഞു. ഇത് പ്രാപിച്ചെടുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. അത് എടുക്കുക എന്നുള്ള നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഹല്ലേലൂയ. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ദൈവത്തിന്റെ വചനം വായിച്ച സൗഖ്യം, ഹല്ലേലൂയ. എന്താ പറയാ, യേശുക്രിസ്തു അടിപ്പിനാൽ നിനക്ക് പൂർണ്ണ സൗഖ്യം വന്നുമിരിക്കുന്നു. ഇനി വരുമെന്നല്ല, നമ്മൾ പ്രാർത്ഥിക്കുന്ന സൗഖ്യം വരുമെന്നല്ല, അല്ലെ? പക്ഷെ രോഗം വരുമ്പോൾ നമ്മൾ എന്താ, നമ്മൾ ഈ വചനത്തെ ക്ലെയിം ചെയ്യണം. ഹല്ലേലൂയ. ഇത് വന്നിരിക്കുന്നു. എന്റെ ശരീരം ദൈവത്തിന്റെ മന്ദിരമാകുന്നു. ഇത് രോഗത്തിന്റെ ആത്മാവിന് ഇരിക്കാനുള്ള സ്ഥലമല്ല. ഇത് ഇറങ്ങി പോകാനല്ല, നമ്മൾ ഇത് വിട്ടു മാറാൻ വേണ്ടി നമ്മൾ പറയണം. ഹല്ലേലൂയ. അല്ല, നമ്മൾ വചനമാണ് നമ്മൾ അവിടെ എല്ലാം പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ട് വരുമ്പോ, ഒരു പരാജയം വരുമ്പോ, ഹല്ലേലൂയ, പ്രയാസം വരുമ്പോ, ഒരു എന്ത് കാര്യം വന്നാലും ഹല്ലേലൂയ, അവിടെ നമ്മൾ വചനം എന്താ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്? ചെയ്യാമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ചെയ്തിരിക്കുന്നു. ദൈവം എല്ലാം സകലം നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിനെല്ലാം നമ്മൾ വചനത്താൽ തന്നെ ക്ലെയിം ചെയ്യണം. ഹല്ലേലൂയ. ഇവിടെ അത് കഴിഞ്ഞ ശേഷം നമ്മളോട് പറയുന്ന എന്താ വെച്ചാൽ, അവർ പുരാതന ശൂന്യങ്ങളെ പണിയും, പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും, തലമുറ നിർജ്ജനമായ ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. ഹല്ലേലൂയ. അപ്പൊ പുരാതനമായി ശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങളെ പണിയുവാൻ വേണ്ടിയിട്ട്, ഹല്ലേലൂയ, നമ്മുടെ തലമുറയായിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ കേടുപോകുകയും പറയും. ഇപ്പം നമ്മൾ പല ആൾക്കാരും പറയുന്നുണ്ട്, ഇത് പാരമ്പര്യമായിട്ട് വന്ന കേഴ്സ് ആണെന്ന് പറയാറുണ്ടല്ലേ. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി കഴിഞ്ഞാൽ ഈ കേഴ്സ് എല്ലാം അതോട് തീർന്നു. പിന്നെ നമ്മള് ഇത് പാരമ്പര്യമായിട്ടുള്ള ശാപം കേട്ടോ എന്ന് പറഞ്ഞിട്ട് ആ പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. കാരണം ക്രിസ്തുവിലായാൽ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞു. ഹല്ലേലൂയ. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. ആദ്യം നമ്മുടെ ഹൃദയത്തിൽ അത് വിശ്വസിക്കണം. എന്നിട്ട് വായ കൊണ്ട് നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യണം. ക്രിസ്തുവിൽ ഞാൻ പുതിയ സൃഷ്ടിയാണ്. എന്റെ മേൽ യാതൊരു പാരമ്പര്യത്തിനോ ഒന്നിനും യാതൊരു അവകാശവും ഇല്ല എന്ന് നമ്മൾ പറയണം. അത് പുതിയ സൃഷ്ടിയാ, പഴയത് കഴിഞ്ഞു. ഇത് നമ്മൾ ആദ്യം നമ്മൾ വിശ്വസിക്കണം. അത് അല്ല, ഇത് വരുന്നുണ്ട് കാണുമ്പോ, അയ്യോ ഇതെന്റെ അമ്മയ്ക്കുണ്ട്, ഇതെന്റെ അപ്പനുണ്ട്, ഇത് തന്നെ എനിക്ക് വന്നേക്ക് എന്ന് നമ്മുടെ വായ കൊണ്ട് പറഞ്ഞിട്ട് അതിനെ വിളിച്ചു വരുന്നത് നിൽക്കില്ല. പറയുന്നത് നമ്മുടെ വായ ജീവനും മരണം നമ്മുടെ നാവിന്മേലിരിക്കുന്നു. അവിടെ നമ്മൾ എന്ത് പറയുന്നു അത് നമ്മൾ അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണോ ദൈവം നമുക്കത് വചനം അതിനെ ഡിക്ലെയർ ചെയ്യണം. അങ്ങനെ നമ്മൾ ഇവിടെ പൗരന്മാരുടെ നിർജ്ജന സ്ഥലം നന്നാക്കി, തലമുറ നിർജ്ജനമായ ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും. അന്യജാതിക്കാർ നിന്നും നിങ്ങളെ ആട്ടിൻ കൂട്ടങ്ങളെ മേയ്ക്കും. എന്താ പറഞ്ഞത്? നമുക്ക് ഒരു ആടുണ്ട്, അന്യജാതിക്കാർ മേയ്ക്കുന്നാണോ? അല്ല, അന്യജാതിക്കാർ നിങ്ങളെ ആട്ടിൻ കൂട്ടങ്ങളെ മേയ്ക്കുന്ന വെച്ചാൽ അന്യജാതിക്കാരെ സ്വന്തം ജനമാക്കി മാറ്റണം നമ്മൾ. നമുക്കൊരു ആട്ടിൻകൂട്ടമുണ്ട്. എന്താ ആട്ടിൻകൂട്ടം? ദൈവത്തിന്റെ ജനമാണ് ആട്ടിൻകൂട്ടം. ഹല്ലേലൂയ. ഈ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കാനായിട്ട് അനേകരെ അഭിഷേകം ചെയ്ത് ഇതിനാക്കി വെക്കാൻ നമ്മൾ ഉത്തരവാദിത്തപ്പെടുത്തിയിരിക്കുന്നു. നമ്മളിവിടെ ജഡികമായിട്ട് അന്യജാതിക്കാർ നമ്മുടെ വീട്ടുപണി ചെയ്യുന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. അന്യജാതിക്കാർ ആട്ടിൻകൂട്ടങ്ങളെ മേയ്ക്കും, പരദേശക്കാർ നിങ്ങൾക്ക് ഉഴവുകാരും മുന്തിരിത്തോട്ടക്കാരും ആയിരിക്കും. ഹല്ലേലൂയ. നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കപ്പെടും. നമ്മളപ്പോ ആരാണ്? യഹോവയുടെ പുരോഹിതന്മാർ. പുതിയ നിയമത്തെ എടുത്തു പറയുന്ന പുരോഹിതന്മാർ മാത്രമല്ല, രാജകീയ പുരോഹിത വർഗം. നമ്മൾ റോയൽ അനോയിന്റിംഗ് നമ്മുടെ മേലുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു സിസ്റ്റർ എന്നോട്, സിസ്റ്ററെ നമ്മള് ക്രിസ്തു യേശുവിലൂടെ കൂട്ടവകാശിയാന്ന് പറയുന്നല്ലോ, എന്താണ് ഈ കൂട്ടവകാശി, എന്തൊക്കെ അവകാശം നമുക്കുണ്ട് എന്ന് ചോദിച്ചു. ഞാൻ കർത്താവ് യേശു ക്രിസ്തു എന്തൊക്കെ ഉണ്ട് അത് നമുക്കുണ്ട്, അല്ലെ? നമ്മൾ ക്രിസ്തുവിനോട് കൂടെ കൂട്ടവകാശികളാണ്. എന്ന് വെച്ചാൽ കർത്താവ് യേശു ക്രിസ്തുവിന് എന്തൊക്കെ അവകാശം ദൈവം കൊടുത്തിട്ടുണ്ടോ, എന്തൊക്കെ അധികാരം ദൈവം കൊടുത്തിട്ടുണ്ടോ, അതെല്ലാം നമുക്കുണ്ട്. ഞാൻ പറയാൻ താഴോട്ടൊന്നൂടെ വായിച്ച റോമാലേഖനത്തിൽ ഒന്നുകൂടെ പറയുന്നുണ്ട്, കഷ്ടം അനുഭവിക്കാനും കൂടെ അവകാശമുണ്ട് കേട്ടോ അതിനകത്ത്. അതുകൊണ്ട് തന്നിട്ടുണ്ട്. കഷ്ടാനുഭവത്തിൽ പോയി കൂട്ടാളികളാണ് നമ്മൾ. ഹല്ലേലൂയ. അപ്പൊ അവിടെ കർത്താവ് യേശു ക്രിസ്തുവിന് സ്വർഗത്തിലെ പിതാവാം ദൈവം എന്തൊക്കെ അധികാരം കൊടുത്തിട്ടുണ്ടോ, എന്തൊക്കെ അവകാശം കൊടുത്തിട്ടുണ്ടോ, അതെല്ലാം നമ്മുടെ മേലുമുണ്ട്. അത് നമ്മൾ മറന്നു പോകരുത്. അത് കർത്താവല്ലേ ചെയ്തത്, അത് കർത്താവായിരുന്നില്ല എന്ന് നമ്മൾ പലപ്പോഴും പറയാം. അല്ല, കർത്താവിന്റെ മേലുള്ള അതേ ആത്മാവിന് നമ്മുടെ മേൽ തന്നേക്കുന്നത്, കർത്താവിന് കൊടുത്ത അതേ അവകാശം നമുക്ക് തന്നെ, കർത്താവിന് മേലുള്ള അതേ അധികാരം നമ്മുടെ മേൽ തന്നിരിക്കുന്നത്. അതുകൊണ്ട് കർത്താവ് യേശുക്രിസ്തു പോലും പറഞ്ഞിരുന്നു, ഞാൻ ചെയ്ത് അധികം നിങ്ങൾ ചെയ്യുമെന്ന്. അധികം ചെയ്യാനായിട്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മളിവിടെ എവിടെയൊക്കെ എന്നിട്ട് നിങ്ങളോ യഹോവയുടെ പുരോഹിതന്മാർ എന്ന് വിളിക്കും. നമ്മുടെ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാർ എന്ന് നിങ്ങൾക്ക് പേര്. നമ്മൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണ്. ഞാൻ എപ്പോഴും പറയും, ഒരു സഭയുടെ ശുശ്രൂഷകനല്ല, ഒരു എന്താ പറയാ,
ഒരു ആയിരിക്കുന്ന സംഘടനയുടെ ശുശ്രൂഷകരല്ല. ഹല്ലേലൂയ. കാരണം പലപ്പോഴും ഞാൻ കണ്ടത് സംഘടന പറയുന്നത് എന്താണ്, അവിടുത്തെ ഹല്ലേലൂയ അവിടുത്തെ എന്താ പറയാ അല്ലെങ്കിൽ മെമ്പേഴ്സ് അല്ലെങ്കിൽ ബോർഡ് പറയുന്നത് എന്താണ്, അല്ലെങ്കിൽ മേലിരിക്കുന്ന അവര് പറയുന്നത്, അങ്ങനെ ശുശ്രൂഷിക്കുന്ന ആൾക്കാർ. അങ്ങനെയല്ല. നമ്മൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാണെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവാണ് സഭയുടെ അധ്യക്ഷൻ എന്നെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത് പോലെ ശുശ്രൂഷിക്കാനാണ് നമ്മൾ ദൈവാക്കിയത്. നമ്മൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരാ. ദൈവമാണ് നമ്മളെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത്. ദൈവമാണ് നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നത്. ദൈവമാണ് നമ്മളെ വേർതിരിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ ആത്മാവിനെയാണ് നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. നമ്മൾ ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരായിരിക്കണം. മനുഷ്യരുടെ ശുശ്രൂഷകന്മാരല്ല. ദൈവത്തിന്റെ ശുശ്രൂഷകന്മാരെന്ന് വിളിക്കപ്പെടുന്നിട്ട് എന്ന് നിങ്ങൾക്ക് നിങ്ങൾ ജാതികളുടെ സമ്പത്ത് അനുഭവിച്ച് അവരുടെ മഹത്വത്തിന് അവകാശികളായി തീരും. ഹല്ലേലൂയ. അപ്പൊ ജാതികളുടെ സമ്പത്ത് ഹല്ലേലൂയ നമ്മുടെ അടുക്കിലേക്ക് വരുമെന്ന് പലയിടത്തും പറയാറുണ്ട്. ഹല്ലേലൂയ. അപ്പൊ അത് അനുഭവിച്ച് നമ്മൾ അവരുടെ മഹത്വത്തിന് അവകാശികളായി, നാണത്തിന് നിങ്ങൾക്ക് ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ഹല്ലേലൂയ. അപ്പൊ നാണമൊക്കെ ഇതിന്റെ കൂട്ടത്തിൽ ഉണ്ട് കേട്ടോ. നാണത്തിലൂടെ പോയാലേ പ്രതിഫലം കിട്ടുള്ളൂ. അല്ല നാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. നാണത്തിനൊക്കെ ഇരട്ടിയായി പ്രതിഫലം വെച്ചാൽ നാണം എന്ന് പറയുന്നത് നമ്മുടെ ഈ കൂട്ടത്തിൽ തന്നെ ഉള്ളതാണ്. ഹല്ലേലൂയ. ഇതിനെ നമ്മൾ കർത്താവ് യേശുക്രിസ്തു സഹിച്ചിടത്തോളം നിന്ന് ആരെങ്കിലും സഹിച്ചിട്ടുണ്ടോ ഈ ലോകത്ത്? ഇല്ല. കർത്താവ് യേശുക്രിസ്തു സഹിച്ചിട്ടും പീഡ ആരെങ്കിലും സഹിച്ചിട്ടുണ്ടോ? കർത്താവ് യേശുക്രിസ്തു മരിച്ച ആ മരണത്തോളം ഒരു മരണം ആരെങ്കിലും വഹിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. കാരണം കർത്താവ് യേശുക്രിസ്തു അതൊക്കെ ആവാമായിരുന്നെങ്കിൽ നമുക്ക് അതൊക്കെ ആകാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ വരുമ്പോൾ നമ്മൾ ലജ്ജിക്കേണ്ട കാര്യമില്ല. ഹല്ലേലൂയ. അവിടെ നിന്നയ്ക്ക് നിങ്ങൾക്ക് നാണത്തിന് പകരം ഇരട്ടിയായി പ്രതിഫലം കിട്ടും. ലജ്ജയ്ക്ക് പകരം അവർ തങ്ങളുടെ ഓഹരിയിൽ അങ്ങനെ അവർ തങ്ങളുടെ ദേശം ഇരട്ടി അവകാശം പ്രാപിക്കും. ഹല്ലേലൂയ. ശത്രു എന്തെങ്കിലുമൊക്കെ നമ്മുടെ അടുത്തുനിന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ടെങ്കിൽ, നമ്മളിത് അപഹരിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ അത് തരുമ്പോ അതേ അളവിലല്ല നമുക്ക് തരുന്നത്. അതിനെക്കാട്ടി വലിയൊരു അളവിലായിരിക്കും നമുക്ക് തരുന്നത്. ഹല്ലേലൂയ മടക്കി കിട്ടുന്നത്. ഹല്ലേലൂയ. ദൈവം നമുക്ക് ശത്രു അപഹരിച്ചു പോയതിനെയൊക്കെ ദൈവം മടക്കി തരും. ഹല്ലേലൂയ. എടുത്തോണ്ട് പോയ അത്ര ഒരു 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 കൈ ഒരു പിടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു പിടിയല്ല നമുക്ക് തരും. ചിലപ്പോൾ ദൈവം തരുമ്പോൾ 4 പിടിയും 10 പിടിയൊക്കെ ആയി മാറും. ഹല്ലേലൂയ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും പോയതിനെ ഓർത്തൊന്നും നിങ്ങൾ ദുഃഖിക്കേ വേണ്ട. നഷ്ടപ്പെട്ടതിനെ ഓർത്തൊന്നും പ്രയാസപ്പെടുകയേ വേണ്ട. ഹല്ലേലൂയ. ദൈവം എപ്പോഴും നീതിയുള്ള ന്യായാധിപനാണ്. ഹല്ലേലൂയ. അതെല്ലാം നമുക്ക് തിരിച്ചു തരും. ഹല്ലേലൂയ. ഇരട്ടി അവകാശം പ്രാപിക്കും. നിത്യ ആനന്ദം അവർക്കുണ്ട്. എല്ലാത്തിനേക്കാട്ടും ഉപരി നമുക്ക് ഉണ്ടാകുന്ന ഒരു കാര്യം നിത്യമായ ആനന്ദം. ഹല്ലേലൂയ. നമുക്ക് അത് എടുത്തു കളയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഹല്ലേലൂയ ചില നമ്മൾ സഭകളിലൊക്കെ കാണാറുണ്ട്. ആൾക്കാരെല്ലാം വന്നു കഴിഞ്ഞാൽ കണ്ണുനീരോടും പ്രയാസത്തോടും പുഴുവാണ് കൃമിയാണ് എന്നുള്ള ഒരു സ്ഥലത്തിൽ ദൈവസന്നിധി നിൽക്കുമ്പോ എന്തോ വാടിയ മുഖത്തോട് നിന്നാല് ദൈവം പ്രസാദിക്കത്തുള്ളൂ എന്ന് വിചാരിച്ചു. പക്ഷെ ദൈവം പ്രസാദിക്കുന്നത് അങ്ങനെയില്ല. ദൈവം പറഞ്ഞേക്കുന്നത് അവൻ നിങ്ങൾ സന്തോഷിക്കാനാ പറഞ്ഞേക്കുന്നത്. അത് ആ മർമ്മം വെളിപ്പെട്ട പൗലോസ് അപ്പോസ്തലൻ കാരാഗൃഹത്തിൽ കിടന്നപ്പോഴും പറഞ്ഞു സന്തോഷിപ്പിൻ നിങ്ങൾ എപ്പോഴും സന്തോഷം. കർത്താവിൽ എപ്പോഴും നമ്മൾ സന്തോഷിക്കുന്നവരായിരിക്കണം. നമ്മളെപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ദൈവം തന്നിരിക്കുന്ന ആത്മാവിന്റെ ഇതിൽ ഫലത്തിൽ തന്നേക്കുന്ന ഒന്ന് സന്തോഷമാണ്. ഹല്ലേലൂയ. ആമേൻ. ആദ്യത്തെ ജോയ് പീസ് എന്നൊക്കെ പറഞ്ഞു സന്തോഷം ആദ്യത്തേത് സന്തോഷം. അപ്പൊ നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ ആയിരിക്കണം. ഇപ്പൊ ഞാൻ പറയാം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ നമ്മൾ എപ്പോഴും സന്തോഷത്തോടെ നിൽക്കുന്നെങ്കിൽ പിശാചി ഇവളെ ഇനിയിപ്പോ എന്ത് ചെയ്തിട്ട് ഇവളെ ദുഃഖിപ്പിക്കാൻ പറ്റുന്നത്, എന്ത് കരയിക്കാൻ പറ്റുന്നത് ചോദിക്കത്തില്ല. അവൻ ലജ്ജിച്ചു പോകത്തുള്ളൂ. കാരണം ഇവിടെ നമ്മൾ പലപ്പോഴും നോക്കി. അപ്പൊ ദൈവം നമ്മളെപ്പോഴും സന്തോഷിക്കാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളോട് സന്തോഷം. അപ്പൊ നമ്മളെപ്പോഴും സന്തോഷമുള്ളവരായിക്കോട്ടെ. നിത്യമായ ആനന്ദം. അത് ആർക്കും എടുത്ത് കളയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ ആനന്ദത്തിലായിരിക്കണം നമ്മൾ. ഒരു മനുഷ്യൻ വിചാരിച്ചാലോ ഒരു പൈശാചി മണ്ഡലം വിചാരിച്ചാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിചാരിച്ച് നമ്മുടെ ഉള്ളിൽ ദൈവം പകർന്നിരിക്കുന്ന ആനന്ദത്തെ എടുത്തു കളയാൻ പാടില്ല. പറ്റരുത്. ഹല്ലേലൂയ. യഹോവയെ ഞാൻ ന്യായത്തെ ഇഷ്ടപ്പെടുകയും അന്യായ കവർച്ചയെ വെറുക്കുകയും ചെയ്യുന്നു. ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവരോട് ഒരു ശാശ്വത നിയമം ചെയ്യും. അപ്പൊ യഹോവയും ദൈവത്തിന്റെ പ്രത്യേകതയാണ് ന്യായത്തെ ഇഷ്ടപ്പെടുന്നു, അന്യായമ കവർച്ചയെ വെറുക്കുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇപ്പോഴും അതുപോലെ ന്യായമല്ലാത്ത കാര്യങ്ങൾ ചെയ്യല്, അന്യായം ഒരു കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കല്, അത് ദൈവത്തിന് വെറുപ്പാണ്. ഹല്ലേലൂയ. അപ്പൊ ദൈവം എപ്പോഴും ന്യായത്തെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പൊ എന്നിട്ട് ഞാൻ വിശ്വസ്തയോടെ അവർക്ക് പ്രതിഫലം കൊടുത്ത് അവര് മരിച്ച. അപ്പൊ ദൈവം വിശ്വസ്തയോടുള്ള പ്രതിഫലം തന്ന് നമ്മളുമായി ശാശ്വത നിയമം ചെയ്യണം. നമ്മൾ ന്യായത്തെ ഇഷ്ടപ്പെടുന്നവരായിരിക്കണം. നീതിയോട് കൂടെ നിൽക്കാള് അന്യായമായ കാര്യങ്ങൾക്കൊന്നും നമ്മൾ പോകരുത്. ഹല്ലേലൂയ. ആരോടും പക്ഷം പിടിക്കാൻ അന്യായം ഒരു കാര്യങ്ങൾക്ക് ഹല്ലേലൂയ അഭിപ്രായം പറയാൻ ഒന്നും നടത്തേക്കരുത്. ഹല്ലേലൂയ.
ആമേൻ ഹാലെ. അവിടെ എന്നിട്ട് ജാതികളിൽ അവരുടെ സന്തതിയും വംശങ്ങളുടെ മധ്യ അവരുടെ പ്രജയും അറിയും. ഹാലേലി. അപ്പൊ ജാതികളിൽ നമ്മുടെ സന്തതിയെ ഹാലേലിയ അറിയും. എങ്ങനെയാ? ദൈവം 60-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഹാലേലിയ. നിന്റെ സന്തതി പുരാതന ശൂന്യങ്ങളെ പണി അവിടെ എന്താ പറയാ പുരാതന ശൂന്യങ്ങളെ പണിയുമെന്നും ഹാലേലിയ. അവിടെ എല്ലാം അവരുടെ ആ സന്തതി ഹാലേലിയ സന്തതിയുടെ മേൽ ദൈവത്തിന്റെ ആത്മാവിനെ ദൈവത്തിന്റെ ഹാലേലിയ സമാധാനത്തെ ഒക്കെ പകരുമെന്ന് പറഞ്ഞിട്ട് ഹാലെ. അപ്പൊ അതുകൊണ്ട് ആമേൻ ഹാലേലുയ. അവിടെയൊക്കെ ദൈവം എന്താ നമ്മുടെ മേൽ ഉള്ളത് ഞാൻ എപ്പോഴും പറയാൻ അങ്ങനെ സന്തതിയായിട്ട് തലമുറയായിട്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു ദാവീദിനെ കുറിച്ച് ഹാലേലിയ. അത് നീതിയോടെ നിൽക്കുന്ന ദൈവസന്നിധി നിഷ്കളങ്കതയോടെ നിൽക്കുന്നവരുടെ സന്തതി എപ്പോഴും ദൈവം ഹാലേലിയ അധികമായി അനുഗ്രഹിക്കും. അടുത്ത പറയുന്നത് അവരെ കാണുന്നവരൊക്കെയും അവരെ യഹോവ അനുഗ്രഹിച്ച സന്തതി എന്നറിയും. അപ്പൊ നമ്മുടെ സന്തതി എങ്ങനെ അറിയപ്പെടാൻ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്? ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട സന്തതി. നമ്മൾ ഇന്ന് പല പഴയ പണ്ടത്തെ കാലത്ത് അപ്പച്ചന്മാരുടെ മക്കളെയൊക്കെ ദൈവം ഒരുപാട് അനുഗ്രഹിച്ചപ്പം പലരും പറയാറുണ്ട് അപ്പച്ചന്മാരുടെ പ്രാർത്ഥനയും അപ്പച്ചന്മാരുടെ ദൈവസന്നിധിയുള്ള സമർപ്പണവും അപ്പച്ചന്മാരന്ന് സഹിച്ചതിനെല്ലാം തലമുറ അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ദൈവം അനുഗ്രഹിച്ചെന്ന് തന്നെ നമ്മൾ അവരെ കുറിച്ചൊക്കെ പറയുന്ന അവിടെ ഇന്ന് നമ്മളും അങ്ങനെ തന്നെ ആഗ്രഹിക്കണം. നമ്മുടെ സന്തതിയെ ദൈവം യഹോവ അനുഗ്രഹിച്ച സന്തതി എന്ന് അറിയണം. ഹല്ലേലൂയ. ആമേൻ. അറിയും. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദത്തിൽ എന്റെ ഉള്ളവന്റെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. നമ്മുടെ ഉള്ളം എപ്പോഴും നമ്മുടെ ഹൃദയം എപ്പോഴും സന്തോഷിക്കണം. നമ്മുടെ ദൈവത്തിലായിരിക്കണം. ദൈവത്തിന്റെ ആ സ്നേഹത്തെയും ദൈവം നമുക്ക് ചെയ്തതിനെ ഓർത്തൊക്കെ വേണം നമ്മൾ എപ്പോഴും സന്തോഷിക്കുക. അല്ല നമ്മുടെ ചുറ്റുപാട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കൈ കിട്ടുമ്പോൾ നമ്മളിലേക്ക് എന്തെങ്കിലും നന്മ വരുമ്പോൾ നമുക്കൊരു നല്ല ജോലി കിട്ടുമ്പോൾ നല്ലൊരു വീട് കിട്ടുമ്പോൾ നല്ല കാറ് കിട്ടുമ്പോഴോ അങ്ങനെ എന്തെങ്കിലും കിട്ടുമ്പോഴല്ല നമ്മൾ സന്തോഷിക്കേണ്ടത്. എപ്പോഴും നമ്മുടെ ഉള്ളം കർത്താവിൽ സന്തോഷിക്കണം. മറിയ പറഞ്ഞ പോലെ എന്റെ ഉള്ളം കർത്താവിൽ മഹിമപ്പെടുന്നു. ആ ദൈവത്തിൽ എന്താണ് ദൈവം നമുക്ക് എന്താണോ ചെയ്യുന്ന ഓർത്താൽ ദൈവത്തിൽ എപ്പോഴും നമുക്ക് സന്തോഷിക്കാനായിട്ട് കഴിയണം. ഞാൻ യഹോവയിൽ ഏറ്റവും ആനന്ദിക്കും. എന്റെ ഉള്ളം ദൈവത്തിൽ ഘോഷിച്ചു. മണവാളൻ തലപ്പാണിന്ന് മണവാട്ടി ആഭരണം തങ്ങളത്തെ അലങ്കരിക്കുന്ന പോലെയും അവൻ എന്നെ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിവിച്ചിരിക്കുന്നു. ഹാലേലൂയ. നമ്മുടെ മേൽ വന്ന നീതി എന്ന അങ്കിയെ എങ്ങനെയാ പറയുക? മണവാളൻ തന്റെ മണവാട്ടി ആഭരണങ്ങളെ തന്നത്തെ അലങ്കരിക്കുന്ന പോലെയും മണവാളൻ മണവാളൻ തലപ്പാവ് അണിയുന്നത് പോലെയാണ് നീതി എന്ന അങ്കി. നമുക്ക് വന്ന നീതി എന്ന അങ്കി നമ്മുടെ മേലേക്ക് വന്നത്. അപ്പൊ അതിനെ ചെറുതായിട്ടൊന്നും കാണല്. കാരണം നമ്മൾ ചെന്നപ്പോ ഒന്ന് വെള്ളത്തിൽ പൊങ്ങിയപ്പോ നമ്മൾ നീതീകരിക്കപ്പെട്ടത്. പക്ഷെ ഇത് വരുമ്പോഴത്തെ എത്ര സന്തോഷം എത്ര ആനന്ദം ഉണ്ടാകുന്ന ഒരു മണവാട്ടിയെ ആഭരണങ്ങളൊക്കെ ഇട്ട് ഒരുക്കിയിരുത്തേക്ക് മണവാട്ടിയുടെ മനസ്സെന്തായിരിക്കും? ഭയങ്കര സന്തോഷത്തിലായിരിക്കും അല്ലേ? കാരണം വെച്ച് കഴിഞ്ഞാല് അവിടെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭയങ്കര വലിയ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു ദിവസമാണ് അന്ന്. അന്ന് ഭയങ്കര സന്തോഷം. അതുപോലെ ആയിരിക്കണം നമ്മൾ നീതി എന്ന അങ്കി നമ്മുടെ മേൽ വന്ന ദിവസത്തെ കുറിച്ച് ഓർക്കുമ്പോഴും ആ ദിവസം നമ്മൾ കാണേണ്ടത്. അവൻ രക്ഷാവസ്ത്രം ധരിപ്പിച്ച് നീതി എന്ന അങ്കി ഇടിച്ച് ഭൂമി തൈകളെ മുളപ്പിക്കുന്ന പോലെയും തോട്ടത്തിൽ വിതച്ച് വിത്തിനെ കിളിർപ്പിക്കുന്ന പോലെയും യഹോവയെ കർത്താവ് സകല ജാതികളും കാണി നീതിയെ സ്തുതിയെ മുളപ്പിക്കും. ആമേൻ. ഹാലേലിയ. തോട്ടത്തിലൊക്കെ വൃക്ഷങ്ങളൊക്കെ മുളയ്ക്കുന്ന പോലെ ഹാലേലിയ. ആമേൻ. ഇവിടെ പറഞ്ഞ അങ്ങനെയൊക്കെ ഉപമിച്ചിരിക്കുന്ന ഹാലേലിയ. ഭൂമി തൈകളെ മുളപ്പിക്കുന്ന തോട്ടം വെച്ച് വിത്തിനെ കിളിപ്പ് യഹോവയെ കർത്താവ് സകല ജാതികളും കാണെ നീതിയെ സ്തുതിയും. അപ്പൊ സകല ജാതികളും കാണെ കർത്താവ് നീതിയെ സ്തുതിയെ മുളപ്പിക്കുന്നതാണ്. അപ്പൊ ആ നീതി നീതി എന്ന അങ്കി നമ്മുടെ മേൽ വന്ന് സ്തുതി എന്ന ഹാലേലിയ. ആ സ്തുതി സ്തോത്ര യാഗങ്ങൾ സകല ജാതികളും കാണുക നമ്മളിൽ നിന്ന് പുറപ്പെടണം. നമ്മളെ അത് കേൾക്കാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഹാലേലിയ. അത് സകല ജാതികളും കാണുക നീതിയെ സ്തുതിയെ മുളപ്പി. അപ്പൊ സകല ജാതികളും ജാതികളുടെ മധ്യത്തിൽ ഈ ലോകത്തിന്റെ മധ്യത്തിൽ നമ്മൾ ആക്കി വെച്ചിരിക്കുന്നെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ്? ദൈവത്തിന്റെ നാമത്തെ ഉയർത്തുവാനായിട്ട് ദൈവത്തിൽ സന്തോഷിക്കുവാനായിട്ട് ദൈവത്തിന്റെ മക്കളായി ദൈവത്തിന്റെ പുരോഹിതന്മാരായിട്ട് ദൈവത്തിന്റെ മക്കളായിട്ട് അനേകരെ വിടുവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് അനേകരെ കർത്താവിലേക്ക് സ്നേഹത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആ നീതിയുടെ വസ്ത്രം അവരെയും ധരിപ്പിക്കാൻ നമുക്ക് എന്താണല്ലോ അതിനു വേണ്ടിയിട്ട് അതിനെ ഘോഷിക്കാൻ വേണ്ടി ദൈവം നമ്മളെ ആക്കിയില്ല. അപ്പൊ നമ്മളെ എല്ലാവരും വെറുതെ ദൈവം ഒരു പ്രഭാതത്തെ ആരോ സുവിശേഷം പറഞ്ഞിട്ടല്ല എങ്ങനെ ആയിക്കോട്ടെ നമ്മൾ രക്ഷയിലേക്ക് വന്നത് നമ്മൾ എങ്ങനെയൊക്കെ അങ്ങ് വന്ന് പെട്ടതൊന്നുമല്ല. ദൈവം ദൈവത്തിന് ഉദ്ദേശപ്രകാരം കൃത്യമായ ഉദ്ദേശപ്രകാരം ദൈവം നമ്മളെ വിളിച്ച് വേർതിരിച്ചതാണ്. അത് നമ്മളെ വെറുതെ വിശ്വാസികളായിട്ട് ഈ ഭൂമി ജീവിച്ച് മരിക്കാൻ വേണ്ടിയിട്ടല്ല. ദൈവത്തിന്റെ പർപ്പസിന് വേണ്ടിയിട്ട് ദൈവം കൃത്യമായ വ്യക്തമായ ആ ഉദ്ദേശത്തോട് കൂടി തന്നെ നമ്മൾ ഓരോരുത്തരും വിളിച്ചിരിക്കുന്നത്. ഈ അധ്യായം വായിക്കാൻ നമുക്ക് മനസ്സിലാക്കാം. കൃത്യമായിട്ട് ഓരോരോ ചെറിയ കാര്യങ്ങൾ പോലും ദൈവത്തിന് കൃത്യമായ ഉദ്ദേശമുണ്ട് നമ്മളെ കുറിച്ച്.
എത്ര പേര് തിരിച്ചറിയുന്നുണ്ട്? എത്ര പേര് തിരിച്ചറിയുന്നു? നമ്മൾ കേൾക്കും, വചനം കേട്ടോണ്ടിരിക്കുമ്പോൾ അയ്യോ ശരിയാണല്ലോ, കർത്താവ് നമ്മൾ വിളിച്ചത് ഇങ്ങനെയൊക്കെ ആണല്ലോ, നമുക്ക് ഇതൊക്കെ ആകണമല്ലോ, അല്ലെ ഇതൊക്കെ എനിക്ക് ചെയ്യണം എന്ന ഭയങ്കര ആഗ്രഹം. പക്ഷേ അത് കഴിഞ്ഞങ്ങോട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ തന്നെ, കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ ഇതൊക്കെ മറന്നുപോകും. കാരണം നമ്മുടെ മുമ്പിൽ വേറെ കുറെ കാര്യങ്ങൾ പ്രയോറിറ്റൈസ് ചെയ്ത് നിൽക്കുകയാണ്. ഇങ്ങനെ നമ്മളിപ്പോ എപ്പോഴും നമ്മൾ കൊടുക്കുന്ന പ്രയോറിറ്റി എന്തിനാണെന്നനുസരിച്ചാ നമ്മുടെ ഫോക്കസ് പോകുന്നത്. നമ്മൾ അവിടെ കുടുംബത്തിനാണ് പ്രയോറിറ്റി കൊടുക്കുന്നത്, നമ്മുടെ ഫോക്കസ് അതിലേക്കായിരിക്കും. മക്കൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുക. നമുക്ക് ബിസിനസ്സിനാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ മറ്റെന്തെങ്കിലും വിഷയങ്ങൾക്കാണ് പ്രയോറിറ്റി കൊടുക്കുന്നതെങ്കിൽ നമ്മുടെ ഫോക്കസ് എപ്പോഴും അവിടെ തന്നെയായിരിക്കും. ഇതൊക്കെ ദൈവം നമ്മളെ കുറിച്ച് വിളിച്ചിരിക്കും, ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത്, ദൈവം നമ്മളോട് പറഞ്ഞിരിക്കുന്നതൊക്കെ പലപ്പോഴും നമ്മൾ അങ്ങ് മറന്നുപോകും. കാരണം നമ്മുടെ പ്രയോറിറ്റി അനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ തരാം. അപ്പൊ അതുകൊണ്ട് നമ്മുടെ പ്രയോറിറ്റി എന്താണ്? അത് കർത്താവ് നമ്മുടെ മേൽ ഹാലയിൽ പകർന്ന്, ആത്മാവിന് പകർന്നിരിക്കും. എന്തിനു വേണ്ടി? കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ച് അഭിഷേകം ചെയ്തിരിക്കും. എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് നമ്മൾ മറന്നു പോകരുത്. ബാക്കി എന്തൊക്കെ പ്രയോറിറ്റി നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇത് നമ്മൾ മറന്നു പോകരുത്. ഹല്ലേലൂയ. കാരണം നമുക്ക് നമ്മളെ ദൈവം ആക്കി വെച്ചിരിക്കുന്നത്, നമ്മൾ എന്ത് യോഗ്യത, ഒരു യോഗ്യതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ യോഗ്യരല്ലാതിരുന്നപ്പോൾ ദൈവം യോഗ്യനാക്കി മാറ്റിയതിന്റെ കാരണം ദൈവം നമ്മളെ മുന്നമേ കണ്ടതാണ്. അബദ്ധത്തിൽ വന്ന് പെട്ടതൊന്നുമല്ല. നമ്മളൊക്കെ ദൈവം ലോക സ്ഥാപനത്തിന് മുമ്പേ നമ്മളെ കണ്ടതാണ്, നമ്മളെ തിരഞ്ഞെടുത്താൻ, അനേകരെ കർത്താവിന്റെ നീതിയിലേക്ക് നടത്താൻ വേണ്ടിയിട്ട്, ഹല്ലേലൂയ, കർത്താവ് രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്, അനേകരെ വിടുവിച്ചെടുക്കും. ഇന്ന് നമ്മളൊന്ന് ചെല്ലാൻ വേണ്ടിയിട്ട്, നമ്മളൊന്ന് എൻട്രി ചെയ്യാൻ, അല്ലെ നമ്മൾ അവരുടെ അടുക്കിലേക്ക് ചെല്ലാൻ വേണ്ടി കാത്തു കിടക്കുന്ന എത്ര ആൾക്കാരുണ്ടെന്നറിയോ? കാരണം അന്ധകാരത്തിന്റെ പിടിയിൽ, തടവറയിൽ കിടക്കുന്ന പോലെ കിടക്കുകയാണ്. എന്താ? ഗേളി എന്നാലേ ആരും വിടുവിക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ജോളി, അല്ലെ ലെസ്സി എന്ന് പറഞ്ഞ ഓരോരുത്തരുടെയും പേരിൽ ദൈവം ആക്കി വെച്ചിരിക്കും. ഓരോ വ്യക്തികളെ വിടുവിച്ചെടുക്കാൻ നമ്മളെ ആക്കി വെച്ചത്, നമ്മളിവിടെ മറ്റെന്തൊക്കെയോ ചെയ്തുകൊണ്ട് മാറിയിരിക്കുകയാണെങ്കിൽ, അവിടെ കിടന്ന് ആ കരയുന്നവര്, അങ്ങനെയുള്ള ആൾക്കാർ, കർത്താവിന്റെ സുവിശേഷം കേൾക്കാതെ, കർത്താവിന്റെ രക്ഷ അറിയാതെ മരണപ്പെട്ടാൽ ഈ ആത്മാവിന്റെ വില നമ്മളോട് ചോദിക്കും. ഹല്ലേലൂയ. കാരണം നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ നമ്മൾ പ്രയോജനപ്പെടുത്താതിരുന്നാൽ, നമുക്ക് തന്നിരിക്കുന്ന അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കാതിരുന്നാൽ, ഇതിനൊക്കെ നമ്മൾ കണക്ക് പറയേണ്ട ഒരു ദിവസം ഉണ്ടാകാതെ ആരും മറന്നു പോകരുത്. ആമീൻ. നമ്മുടെ മേൽ കിടക്കുന്ന ഉത്തരവാദിത്വം എന്ന് നമ്മൾ അറിയണം. നമ്മുടെ മേലുള്ള ദൈവത്തിന്റെ വിളി എന്തെന്ന് നമ്മൾ അറിയണം. അതിനു വേണ്ടി നമ്മൾ ചെയ്യാതിരുന്നിട്ട് നമ്മളെ കുറിച്ച് നമ്മളോട് ദൈവം, ചിലർ പറയും എന്നോട് ദൈവം പറഞ്ഞൊന്നുമില്ല സിസ്റ്ററെ, എന്നോട് ദൈവം അറിയിച്ചിട്ട. ദൈവം പല തവണ നിങ്ങളോട് പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാത്തത് കൊണ്ട്, അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത, കേൾക്കാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ പലപ്പോഴും ദൈവശബ്ദം കേൾക്കുന്നില്ല. ദൈവശബ്ദം കേൾക്കാനായിട്ട് നമ്മൾ അവസരം കൊടുക്കുകയും പറയും. നമ്മൾ എന്നിട്ട് എന്താ, കുറെ ലിസ്റ്റ് എടുത്ത് വെച്ച് പ്രാർത്ഥിക്കും, കഴിയുമ്പോൾ ആമേൻ പറയും, എഴുന്നേറ്റ് പോകും. പക്ഷേ അങ്ങനെയല്ല. നമ്മൾ ദൈവത്തെ ശബ്ദം കേൾക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തിന് സംസാരിക്കാൻ അവസരം കൊടുക്കണം നമ്മൾ. ഹല്ലേലൂയ. അങ്ങനെയാകുമ്പോൾ ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ, ദൈവത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകത്തില്ലേ? ഉണ്ടാകുമല്ലോ. ദൈവം ഇതൊക്കെ ഷെയർ ചെയ്യുന്ന ആൾക്കാരെ നോക്കത്തില്ലേ? ദൈവം ഒരു മനുഷ്യനോടെന്ന പോലെ, ഹല്ലേലൂയ, അബ്രഹാമിനോട് സംസാരിച്ചു, മോശയോട് സംസാരിച്ചു. പഴയ കാലത്ത് ഓരോ വാക്യങ്ങൾ എടുത്ത് നോക്കി നമുക്കറിയാം, ദൈവം കൃത്യമായും കണക്ക് ഇഞ്ചിഞ്ചായി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വ്യക്തമായിട്ട്, ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇതുപോലെ തന്നെ നമ്മളോട് സംസാരിക്കും. നമ്മൾ ചെവി കൊടുത്താൽ മതി, നമ്മൾ കേൾക്കാൻ ഇരുന്ന് കൊടുത്താൽ മതി. ദൈവത്തിന്റെ ഹൃദയത്തിലെ സ്വപ്നത്തെക്കുറിച്ച് ദൈവം ഒരു രാത്രി നൈറ്റ് ഫുള്ള് 2017 സംസാരിച്ചാണ്. ഹല്ലേലൂയ, നമ്മൾക്ക് തന്ന മിഷൻ, ഹല്ലേലൂയ. നമ്മുടെ ഈ വേർഡ് ഇന്റർനാഷണൽ അന്ന് എവിടെന്ന് പേര് ദൈവം തന്നിട്ടില്ല. പക്ഷേ അന്ന് പറഞ്ഞ് ഒരു മിനിസ്ട്രി, ഹല്ലേലൂയ, അതുമേൽ എന്താ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ മിനിസ്ട്രി എന്തായിരിക്കണം കൃത്യമായും വ്യക്തമായും ദൈവം നമുക്ക് പിക്ചർ തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മുടെ ഈ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പോലും, ഹല്ലേലൂയ, മറ്റൊരു രീതിയിൽ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ച ആൾക്കാർ വന്നപ്പോൾ ഞാൻ പറയില്ല, എനിക്ക് ദൈവം വ്യക്തമായിട്ട് ഫോക്കസ് തന്നിട്ടുണ്ട്. ഇതിനകത്ത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടതെന്നും, ഇത് എന്ത് ഉദ്ദേശത്തോട് ദൈവം തുടങ്ങിയെന്നും, ഹല്ലേലൂയ, ദൈവം കൃത്യമായി അതിനുള്ള കാര്യങ്ങൾ തന്നിട്ട് തുടങ്ങിയേക്കുന്നത്. അതുകൊണ്ട് അതായിരിക്കണം നമ്മുടെ വിഷൻ എപ്പോഴും. നമുക്ക് ദൈവം തന്ന മിഷൻ മറന്നു പോരുന്നതാണ്. എന്താ ദൈവം തന്നിരിക്കുന്ന മിഷൻ എന്ന്, ഇതനുസരിച്ച് തന്നെ വേണം നമ്മൾ ഫോക്കസ്ഡ് ആയി മുമ്പോട്ട് പോകാൻ. നമ്മളെ കുറിച്ചൊക്കെ ദൈവം എന്താണോ ആഗ്രഹിക്കുന്നതെന്ന് ദൈവം പലവണ പറഞ്ഞിട്ടുണ്ടാവും. നമ്മൾ കേട്ടിട്ടുണ്ടാവും, കേൾക്കാതല്ലേ, നമ്മൾ കേട്ടില്ലെങ്കിൽ ചില ദേവദാസന്മാരിലൊക്കെ നമ്മൾ പ്രവചനമായിട്ടൊക്കെ ശബ്ദമായിട്ട് നമ്മളെ കേൾപ്പിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ദൈവം അറിയിച്ചിട്ടുണ്ടാവും. അത് മറന്നു പോകരുത്. ദൈവം നമ്മുടെ മേൽ, ദൈവത്തിന്റെ കർത്താവിന്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. ഈ ആത്മാവ് വെറുതെ നമ്മുടെ മേൽ വന്നതല്ല. ദൈവത്തിന്റെ ഉദ്ദേശത്തോടുകൂടി തന്നെ നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എങ്ങനെ നമ്മൾ ഓരോരുത്തരും അതിൽ തന്നെ ആയിരിക്കണം. അതിലേക്ക് നമ്മൾ അതിൽ തന്നെ ആയിത്തീരുവാൻ വേണ്ടി അത് നമ്മൾ ചെയ്ത് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുക. ഈ ദിവസം നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു
അതിന് വേണ്ടിയിട്ട് ഒരു സമർപ്പണം, ഒരു ശ്രമം, ഈ പ്രഭാതത്തിൽ ഒരിക്കൽ നമ്മളെല്ലാം സമർപ്പിച്ചവരാണ്. പക്ഷെ എന്നാലും ഒരിക്കൽ കൂടി ഇന്ന് വചനത്തിന് മുമ്പിൽ സമർപ്പിച്ചു കൊടുക്കുക. ദൈവത്തിന് വേണ്ടി പ്രയോജനം ഇനിയുള്ള ദിവസങ്ങളെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് വേണ്ടി ദൈവ കർത്താവ് എന്തിനാക്കി നമ്മൾ ആക്കി വെച്ചിരിക്കും അത് നമ്മൾ ചെയ്തെടുക്കണമെന്ന് സമർപ്പിക്കുക. ദൈവവചനത്തെ ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം. ഗോഡ് ബ്ലസ് യു.